ഹായ് എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് നമ്മൾ ഓസിലേഷൻസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അത് നമ്മുടെ മൊഡ്യൂൾ 1-ലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും വരുന്നത് ഓസിലേഷൻസ്, ഡാംഡ് ആൻഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ആൻഡ് SHM ആ ഒരു പോർഷനാണ് എടുക്കുന്നത്. സോ ഇത് നമ്മുടെ +1 NCERT പാർട്ട് 2-ൻ്റെ ചാപ്റ്റർ ആയിട്ടാണ്, 14ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് ഇത് വരുന്നത്. സോ ക്ലാസ്സിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഫിസിക്കൽ സയൻസിൻ്റെ NCERT ബേസ്ഡ് ആയിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസും അടങ്ങിയ ഒരു ചെറിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോഴ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 499 ആണ്. അതായത് നിങ്ങൾക്ക് ഈ കോഴ്സിൽ കിട്ടുന്ന എന്താണെന്ന് ചോദിച്ചാൽ NCERTയുടെ മലയാളം കോപ്പീസ് ഉണ്ടാവും, അത് PDF ഫോമാറ്റിലായിരിക്കും. അതുപോലെ NCERTയുടെ സൊല്യൂഷൻസ്, ബാക്കിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ എക്സസൈസ് ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ഉണ്ടാവും. അതുപോലെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മലയാളത്തിൽ. അത് ഓരോന്നും നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടായിരിക്കും നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ ന്യൂമറിക്കൽസ് ഉണ്ടാവും, അത് എൻട്രൻസ് ലെവലിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തതുണ്ടാവും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എമൗണ്ടിന് NCERT ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടാണ് നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എക്സാം കഴിയുന്നിടം വരെ ഈ കോഴ്സ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് നമ്മുടെ നമ്പർ. ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസും എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം പറയാം. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പകുതിയോളം ആയി ഈ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ എന്താണ് SHM, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആക്സലറേഷൻ, വെലോസിറ്റി, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് കാണാൻ പോകുന്നത്. അതായത് SHMലുള്ള എക്സിക്യൂട്ട് ചെയ്യുന്ന കുറച്ച് സിസ്റ്റങ്ങളുടെ, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പോലെ കുറച്ച് വ്യൂഹങ്ങളുടെ എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ +1-ലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതായത് എന്താണ് സ്പ്രിങ്, അതുപോലെ തന്നെ നമ്മുടെ സിമ്പിൾ പെൻഡുലം, ഇതൊക്കെ പറയുന്നു. പിന്നെ റെസണൻസ് എന്താണ്, ഡാംഡ് ഓസിലേഷൻസ് എന്താണ്, ഫോഴ്സ്ഡ് ഓസിലേഷൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ സം സിസ്റ്റംസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അല്ലെങ്കിൽ സരള ഹാർമോണിക ചലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതാനും വ്യൂഹങ്ങൾ. അപ്പോൾ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. സരള ഹാർമോണിക ചലനം എന്നാണ് നമ്മൾ എന്താണ് ഈ SHM-നെ പറയുന്നത്, സിമ്പിൾ ഹാർമോണിക് മോഷനെ പറയുന്നത്. സോ പരിപൂർണമായ സരള ഹാർമോണിക ചലനത്തിൽ വിധേയമായിരിക്കുന്ന ഭൗതിക ഉദാഹരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ചില നിബന്ധനകൾക്ക് വിധേയമായി ഏകദേശ സരള ഹാർമോണിക ചലനത്തിൽ വിധേയമായിരിക്കുന്ന വ്യൂഹങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള വ്യൂഹങ്ങളുടെ ചലനമാണ് ഈ ഭാഗത്ത് നാം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സംതിങ് ദാറ്റ് ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഫുള്ളി, അതായത് പ്രാക്ടിക്കലി അത് എന്താണ് പോസിബിൾ അല്ല. ഒരു സിസ്റ്റം ഫുള്ളി സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിബിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ അതുകൊണ്ട് അതിനോട് കുറച്ച് യോജിച്ചിരിക്കുന്ന, അപ്രോക്സിമേറ്റ്ലി സിമ്പിൾ ഹാർമോണിക് മോഷനിലോട്ട് എത്തുന്ന കുറച്ച് ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ആദ്യം തന്നെ സ്പ്രിംഗ് മൂലമുള്ള ദോലനങ്ങൾ, അല്ലെങ്കിൽ ഓസിലേഷൻസ് ഡ്യൂ ടു എ സ്പ്രിംഗ്. ഒരറ്റം ഉറപ്പുള്ള ഭിത്തിയുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഒരു സ്പ്രിങ്ങുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മാസ് ഉള്ള ഒരു കട്ടയുടെ കുറഞ്ഞ ആയതിയിലുള്ള ചലനം നിരീക്ഷിക്കുക. നിരീക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും ലഘുവായ സരള ഹാർമോണിക ചലനമാണ് ഇത്. ചിത്രം 14.17-ൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ്, ഒരു സ്പ്രിംഗ് ആണ്, അതിൻ്റെ ഒരു എൻഡ് അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ഈ ഫിഗറിൽ കാണുന്ന പോലെ സ്പ്രിങ്ങിൻ്റെ ഒരു എൻഡ് അറ്റാച്ച്ഡ് ആണ്. ഒരു എൻഡിൽ മാസ് ഉള്ള ഒരു കട്ടയും, അതായത് ഒരു ബ്ലോക്കും അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്താണ് പറയുന്നത്, അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാമെന്നുള്ളൊരു എക്സാമ്പിൾ ആണിത്. അത് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രം 14.17-ൽ കാണിച്ചിരിക്കുന്നു. കട്ട വെച്ചിരിക്കുന്നത് ഘർഷണമില്ലാത്ത ഒരു പ്രതലത്തിലാണ്. അതായത് നമ്മുടെ സർഫസിന് എന്താണ്, ഫ്രിക്ഷൻ ഇല്ല. ഘർഷണം എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ല. അപ്പോൾ ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു സർഫസിലാണ് നമ്മുടെ ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ കട്ടയെ ഒരു തിരശ്ചീന വശത്തേക്ക് വലിച്ചു വിടുകയാണെങ്കിൽ അത് സന്തുലിത സ്ഥാനത്തിന്റെ ഇരുവശങ്ങളിലേക്കും ചലിക്കുവാൻ ആരംഭിക്കുന്നു. അപ്പൊ തിരശ്ചീന വശം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൊറിസോണ്ടലി അല്ലെ. ഹൊറിസോണ്ടലി നമ്മൾ എന്താണ് ഈ ഒരു കട്ട എന്താണെന്ന് പുള്ളി ചെയ്യുക അല്ലെ. നമ്മൾ ചെറുതായിട്ട് ആ സ്പ്രിങ്ങിന്റെ അറ്റത്തിലൊന്ന് വലിച്ചു വിടുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അത് സന്തുലിത സ്ഥാനത്തിന്റെ ഇരുവശങ്ങളിലേക്കും ചലിക്കുവാൻ ആരംഭിക്കുന്നു. സന്തുലിത സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ മീൻ പൊസിഷൻ, അല്ലെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. ആ ഇക്വിലിബ്രിയം പൊസിഷന്റെ എന്താണ്, ഇക്വിലിബ്രിയം പൊസിഷന് ഇടത്തോട്ടും വലത്തോട്ടും അത് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. സ്പ്രിങ്ങിന്റെ മോഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, ചലിക്കുവാനായിട്ട് ആരംഭിക്കുന്നു. സോ സ്പ്രിങ് സന്തുലിത സ്ഥാനത്തായിരിക്കുമ്പോഴുള്ള കട്ടയുടെ മധ്യഭാഗം x=0 സൂചിപ്പിക്കുന്നെന്ന് കരുതുക. അപ്പം എന്താണ്, ആദ്യം സ്പ്രിങ് മീൻ പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് സ്പ്രിങ് മീൻ പൊസിഷനിൽ ഇരിക്കുമ്പോഴത്തേക്കും കട്ടയുടെ നടുഭാഗം എന്തിനെയാണ്, x=0 എന്നാണ്
എന്നാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ കരുതുക. അപ്പോൾ ഓക്കെ, സ്പ്രിംഗ് മീൻ പൊസിഷനിൽ ഇരിക്കുമ്പം എക്സിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് എന്താ പറയുന്നത്? അപ്പം ഈ -a+a എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്താണ്? സ്പ്രിങ്ങിന്റെ രണ്ട് എൻഡുകളാണ്, അതായത് എന്താണ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റുകളാണ്, ഇടത്തോട്ടും വലത്തോട്ടുമുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റുകളാണ് -aയും +a ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് -a വലത്തോട്ട് +a. അപ്പം -a+a എന്നീ ബിന്ദുക്കൾ സൂചിപ്പിക്കുന്നത് സന്തുലിത സ്ഥാനത്തിന് ഇടതുവശത്തേക്കും വലതുവശത്തേക്കുമുള്ള പരമാവധി സ്ഥാനാന്തരമാണ്, അല്ലെ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ എന്താണ് അവരെ? ആംപ്ലിറ്റ്യൂഡുകളാണ്, അല്ലെ? സോ ഒരു സ്പ്രിങ്ങിൽ ഒരു ചെറിയ സ്ഥാനാന്തര ഫലമായി ഉണ്ടാകുന്ന പുനഃസ്ഥാപന ബലത്തിന്റെ വില വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന് നേരനുപാതത്തിലും ദിശ സന്തുലിത സ്ഥാനത്തിന്റെ നേർക്കും ആയിരിക്കും എന്ന് ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ചിരിക്കുന്നു, അല്ലെ? ഇതെന്താണ്? ഹുക്സ് ലോ എന്ന് നമ്മൾ പറയും. എന്താ പറയുന്നത്? സ്പ്രിങ്ങിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. ഹുക്സ് ലോ എന്ന് പറയുന്നത് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പോർഷനിലും പഠിക്കുന്നതാണ് ഫിസിക്സിൽ. അപ്പൊ എന്താ? റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന്, അതായത് നമ്മളൊരു ഫോഴ്സ് നമ്മുടെ ഈ സ്പ്രിങ്ങിൽ അപ്ലൈ ചെയ്യുന്നു, അതിന്റെ ഫലമായിട്ട് സ്പ്രിങ്ങിന്റെ ഒരു ഡീഫോർമേഷൻ സംഭവിക്കുന്നു, അതിന്റെ ഷേപ്പിന് ഒരു ചേഞ്ച് സംഭവിക്കുന്നു. സോ അതിന്റെ റിസൾട്ട് ആയിട്ട് സ്പ്രിങ്ങിൽ എന്താണ്? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുന്നു. അപ്പൊ സ്പ്രിങ്ങിന്റെ ചെറിയ സ്ഥാനാന്തരത്തിന്റെ ഫലമായിട്ട് എന്താണ്? പുനഃസ്ഥാപന ബലം ഉണ്ടാവുന്നു. ആ പുനഃസ്ഥാപന ബലമാണ് എന്ത്? റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഇലാസ്റ്റിസിറ്റിയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് റീസ്റ്റോറിംഗ് ഫോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്പ്രിങ്ങിൽ എന്താണ്? ഒരു സ്ഥാനാന്തരം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ സ്പ്രിങ്ങിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ആയിട്ട് എന്താണ്? അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് സ്പ്രിങ്ങിൽ ക്രിയേറ്റ് ആവുന്നു. സോ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് നേരനുപാതത്തിലായിരിക്കും? അതായത് ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഇറ്റ് ആക്ട്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ എന്താണ്? ദിശ സന്തുലിത സ്ഥാനത്തിന്റെ നേർക്കായിരിക്കും, മീൻ പൊസിഷനിലോട്ട് ഡയറക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ അതെന്താണ്? നേരനുപാതത്തിലായിരിക്കും, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്തിന്? ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതാണ് ഹുക്സ് ലോ പറയുന്നത്, അല്ലെ? അതാണ് ഇവിടെ ചുരുക്കി എഴുതിയിരിക്കുന്നത്. F is directly proportional to x. അവിടെ ഒരു മൈനസ് കൊടുത്തിട്ടുണ്ട്. ആ മൈനസ് കൊടുക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ടുവേർഡ്സ് ദ മെയിൻ പൊസിഷൻ ആണ് ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്ന് ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ചിരിക്കുന്നു. അതാണ് ഹുക്സ് നിയമം, അല്ലെങ്കിൽ ഹുക്സ് ലോ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഇത് നമ്മൾ അധ്യായം 9 ഞാനിപ്പോൾ പറഞ്ഞ കാര്യം, അതായത് അധ്യായം 9 പഠിച്ചിട്ടുണ്ട്, കാരണം അത് കഴിഞ്ഞിട്ട് വരുന്ന അധ്യായമാണ് ഇത്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് അത് പറയുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സോ സ്പ്രിങ്ങിന്റെ നീളവുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ഥാനാന്തരം വളരെ കുറവാണെങ്കിൽ മാത്രമേ ഈ നിയമം ശരിയാവുകയുള്ളൂ. ഏതെങ്കിലും ഒരു നിശ്ചിത സമയം ടിയിൽ കട്ടയുടെ സന്തുലിത സ്ഥാനത്ത് നിന്നുള്ള സ്ഥാനാന്തരം x ആണെങ്കിൽ കട്ടയിൽ അനുഭവപ്പെടുന്ന ബലം, ഇപ്പൊ x ആണ് അതിന്റെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം ടിയിൽ ആ ബ്ലോക്കിന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം x ആണ് ഫ്രം ദ മെയിൻ പൊസിഷൻ. എങ്ങനെയാണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? F is equal to -kx എന്ന് എഴുതാം. ഇതെന്താണ്? ഹുക്സ് ലോയുടെ ഇക്വേഷൻ ആണ് F is equal to -kx. അവിടെ k എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അതാണ് ഈ അനുപാത സ്ഥിരാങ്കം. അതിന്റെ ഇംഗ്ലീഷ് ആണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് സ്ഥിരാങ്കം. സ്ഥിരാങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം കോൺസ്റ്റന്റ്. അപ്പൊ F is equal to -kx എന്ന് പറയുന്നതാണ് നമ്മുടെ ഹുക്സ് ലോ. അതിൽ k എന്ന് പറയുന്നത് എന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ സ്പ്രിംഗ് സ്ഥിരാങ്കം എന്നതിനെ വിളിക്കുന്നു. സോ സ്പ്രിങ്ങിന്റെ ഇലാസ്തിക സ്വഭാവങ്ങളാണ് ഇതിന്റെ വിലയെ സ്വാധീനിക്കുന്നത്. ഒരു വളയാത്ത സ്പ്രിങ്ങിന്റെ കെയുടെ വില വളരെ കൂടുതലും വളയുന്നതിന്റെ കെയുടെ വില വളരെ കുറവുമാണ്. അപ്പൊ എന്താണ്? കെയുടെ വാല്യൂ കുറഞ്ഞിരിക്കുമ്പോഴത്തേക്കും എന്താണ്? അത് വളയുന്ന സ്പ്രിംഗ് ആയിരിക്കും. അതായത് വളയാത്തതിന്റെ കെയുടെ വില എന്താണ്? വളരെ കൂടുതലും ആയിരിക്കും. ഓക്കെ, സോ സമവാക്യം 14.19 സരള ഹാർമോണിക ചലനത്തിലെ ബല നിയമത്തിന് സമാനമാണ്, അല്ലെ? അപ്പൊ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഫോഴ്സ് ലോ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ആ ഫോഴ്സ് ലോയും ഇതിന്റെ ഇക്വേഷൻ തമ്മിൽ നോക്കിയാൽ എന്താണ്? രണ്ടും ഒരേപോലെ ഇരിക്കുന്നത് കാണാം, അല്ലെ? ഇറ്റ് ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ് ലോ ഫോർ SHM. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ വ്യൂഹം സരള ഹാർമോണിക ചലനത്തിലാണ്. അതായത് സ്പ്രിങ്ങിന്റെ മോഷൻ എന്ന് പറയുന്നത്, ഈ സ്പ്രിങ് ഈ മെയിൻ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ചലിക്കുന്നത് എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് പറയാം. കാരണം സ്പ്രിങ്ങിന്റെ റീസ്റ്റോറിംഗ് ഫോഴ്സും നമ്മൾ പഠിച്ച SHMന്റെ എന്താണ് ഫോഴ്സും, അല്ലെ, ഫോഴ്സ് ലോയും സ്പ്രിങ്ങിന്റെ ഈ ഹുക്സ് ലോയും എന്താണ്? സമാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ SHMലുള്ള ഒരു സിസ്റ്റം ആണെന്ന് പറയുന്നത്. സോ അതിൽ നിന്നും നമുക്ക് എന്തെഴുതാം? ഒമേഗ, അല്ലെ? ഒമേഗ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ഫ്രീക്വൻസി ആയിരുന്നു. അപ്പൊ ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ്? √k/m എന്ന് എഴുതാം, അല്ലെ? നമ്മൾ ഫോഴ്സ് ലോ പഠിച്ചപ്പോൾ പറഞ്ഞ ഇക്വേഷൻ ആണ് ഒമേഗ ഇസ് ഈക്വൽ √k/m. ആൻഡ് ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്?
ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് m/k. കാരണം എന്താണ്, ഒമേഗയും ടൈം പീരീഡും തമ്മിലുള്ള ഇതെല്ലാം നമ്മൾ പറഞ്ഞാണ്, ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് m/k എന്നുള്ള റിലേഷൻ അല്ലേ. എന്തായിരുന്നു ഒമേഗയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു, ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t അല്ലെ, അല്ലെങ്കിൽ ടി ഇസ് ഈക്വൽ ടു 2π/ഒമേഗ. സോ ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് k/m. സോ തിരിച്ചിടുമ്പോഴത്തേക്കും റൂട്ട് ഓഫ് m/k വരും. ദാറ്റ് ഇസ് ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് m/k എന്ന് എഴുതാം. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ. സോ അതൊന്ന് നോക്കി വെക്കുക. അപ്പോൾ എന്താണ് സമവാക്യം, ഈ 14.20 14.21 എന്നിവയിൽ നിന്നും ഒരു വളയാത്ത സ്പ്രിങ്ങും ഭാരം കുറഞ്ഞ കട്ടയുമുള്ള ഒരു വ്യൂഹത്തിന്റെ കോണീയ ആവൃത്തി വലുതും ആവർത്തനകാലം ചെറുതും ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കോണീയ ആവൃത്തി എന്ന് പറയുന്നതാണ് ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ആംഗുലാർ ഫ്രീക്വൻസിയാണ് അല്ലെ. അപ്പോൾ ആംഗുലാർ ഫ്രീക്വൻസി എന്താണ്, വലുതും അതുപോലെ ആവർത്തനകാലം അതാണ് ടൈം പീരീഡ് ചെറുതും ആയിട്ടുള്ളൊരു വാല്യൂ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ SHMലുള്ള നമ്മുടെ ഒരു സ്പ്രിങ്ങിന്റെ ടൈം പീരീഡും അതിന്റെ ആംഗുലാർ ഫ്രീക്വൻസി. സോ അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്തതായിട്ട് SHM എക്സിബിറ്റ് ചെയ്യുന്ന നമ്മുടെ സിമ്പിൾ പെൻഡുലം ആണ് അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ നോക്കാം എന്താണ് സിമ്പിൾ പെൻഡുലം. സോ ദേവാലയത്തിന്റെ മേൽക്കൂരയിൽ നിന്നും തൂക്കിയിട്ടിരിക്കുന്ന ശരറാന്തലിന്റെ ദോലനകാലം ഗലീലിയോ തന്റെ നാഡീസ്പന്ദനത്തിന്റെ സഹായത്തോടെ നിർണയിച്ചു എന്ന് പറയപ്പെടുന്നു. സോ ഈ വിളക്കിന്റെ ചലനം ക്രമാവർത്തന ചലനമാണെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഈ വിളക്ക് ഒരു തരത്തിലുള്ള പെൻഡുലത്തിന് ഉദാഹരണമാണ്. ഏകദേശം 100 സെന്റിമീറ്റർ നീളമുള്ള വലിയാത്ത ഒരു നൂലിന്റെ ഒരഗ്രത്ത് ഒരു കല്ല് ബന്ധിച്ച് നിങ്ങൾക്ക് സ്വന്തമായി പെൻഡുലം നിർമ്മിക്കാൻ കഴിയും. സ്വതന്ത്രമായി ദോലനം ചെയ്യുവാൻ കഴിയുന്ന വിധം ഇതിനെ ഒരു താങ്ങാൽ കെട്ടിത്തൂക്കുക. കല്ലിനെ ഒരു വശത്തേക്ക് കുറച്ചു ദൂരം വലിച്ച ശേഷം സ്വതന്ത്രമാക്കുകയാണെങ്കിൽ ഇത് സന്തുലിത സ്ഥാനത്തിന് ഇരുവശത്തേക്കും ചലിക്കുന്നു. ഈ ചലനം ഏകദേശം 2 സെക്കൻഡ് ആവർത്തന കാലമുള്ള ഒരു ക്രമാവർത്തന ചലനമാണ്. ഓക്കെ, സോ അപ്പൊ എന്താണ് പറഞ്ഞത്, 100 സെന്റിമീറ്റർ നീളമുള്ള നൂലാണ് നിങ്ങൾ എടുത്തത്. അപ്പൊ അതിന്റെ ക്രമാവർത്തന കാലം എന്ന് പറയുന്നത് എന്താണ്, 2 സെക്കൻഡ് ആണ് വന്നത് അല്ലെ. അപ്പൊ 2 സെക്കൻഡ് ക്രമാവർത്തന കാലമുള്ള ഒരു പെൻഡുലത്തിനെ നമ്മൾ സെക്കൻഡ്സ് പെൻഡുലം എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 100 സെന്റിമീറ്റർ. അതൊരു നമുക്ക് ഒരു ന്യൂമറിക്കലി കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ഇങ്ങനെ എക്സാമിനൊക്കെ കാണാറുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സോ ഈ ക്രമാവർത്തന ചലനം അതിന്റെ സന്തുലിത സ്ഥാനത്തിന് നിന്നുമുള്ള സ്ഥാനാന്തരം വളരെ ചെറുതായിരിക്കുമ്പോൾ ഒരു സരള ഹാർമോണിക ചലനമാണെന്ന് കണക്കാക്കാൻ കഴിയും. അപ്പൊ എന്താണ് പറയുന്നത്, ഈ പീരിയോഡിക് ആയിട്ടുള്ള മോഷൻ, അതായത് ഒരു പെൻഡുലം എടുത്തു അല്ലെങ്കിൽ നമ്മളൊരു കല്ല് കെട്ടി കല്ലില് ഒരു നൂല് കെട്ടി ഒരു പെൻഡുലമാക്കി എടുത്താൽ അതിൻ്റെ എന്താണ് സ്ഥാനാന്തരം വളരെ ചെറുതായിരിക്കുമ്പോൾ, ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് വളരെ ചെറുതായിരിക്കുമ്പോൾ ഇതെന്താണ് ഒരു SHM ആയിട്ട് മാറും ഈ സിസ്റ്റം കാണിക്കുന്നത്. ഓക്കെ, സിസ്റ്റം കാണിക്കുന്നത് എന്തായിട്ട് മാറും, SHM ആയിട്ട് മാറും. സോ 14.18 കാണിച്ചിരിക്കുന്നത് പോലെ ഒരറ്റം താങ്ങിൽ ബന്ധിച്ചിരിക്കുന്ന ഒരു വലിയാത്ത നൂലിന്റെ രണ്ടാമത്തെ അറ്റത്ത് M മാസുള്ള ഒരു വസ്തു തൂക്കിയിടുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യും, 14.18 എന്താണ് ഒരറ്റം ഫിക്സ്ഡ് ആണ്, ഒരറ്റത്ത് എന്താണ് ഒരു M മാസമുള്ള ഒരു വസ്തു എന്ത് ചെയ്യുന്നു, നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. അപ്പം ഒരു സരള പെൻഡുലം തൂക്കിയിടുന്ന മാസിന്റെ പെൻഡുലത്തിന്റെ ബോബ് എന്ന് വിളിക്കുന്നു. നൂല് താങ്ങിൽ ബന്ധിച്ചിരിക്കുന്നു. ബിന്ദുവിലുള്ള രേഖയ്ക്ക് ഇരുവശത്തുമായി ബോബിന് ആടുവാൻ കഴിയും. സോ ബോബിനും താങ്ങിനും ഇടയിൽ നൂലിന്റെ നീളത്തെ പെൻഡുലം നീളം L എന്ന് പറയുന്നു. അപ്പം നമ്മൾ ആ കെട്ടി തൂക്കിയിരിക്കുന്ന മാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ബോബ് എന്ന് പറയുന്നത്. അതുപോലെ നൂലിനെ നമ്മൾ സ്ട്രിങ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ സ്ട്രിങ്ങിന്റെ അതായത് ആ ഒരു അറ്റാച്ച് ചെയ്തിരിക്കുന്ന എൻഡ് തൊട്ട്, അതായത് ഈ എൻഡ് തൊട്ട് അതായത് ആ മാസ് വരെയുള്ള ദൂരമാണ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് L വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ M L എന്താണെന്ന് മനസ്സിലായല്ലോ. മാസിനെ നമ്മൾ ബോബ് എന്ന് വിളിക്കാറുണ്ട്. സോ നൂലിൽ അനുഭവപ്പെടുന്ന വലിവ് ബലമാണെന്ന് പറയുന്നത് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു നൂല് വലിച്ചു പിടിച്ചാൽ എന്താണ് അതിൽ അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെൻഷൻ ഓഫ് ദ സ്ട്രിങ്. അതും നമ്മൾ ഈ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൂടുതലായിട്ടും പറയുന്നതാണ്, ടെൻഷൻ ഓൺ ദ സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഗുരുത്വാകർഷണ ബലം mg എന്നിങ്ങനെ ബോബിൽ പ്രയോഗിക്കപ്പെടുന്ന വ്യത്യസ്ത ബലങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സ്വതന്ത്ര ബല ചിത്രമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ഈ ബി എന്ന് പറയുന്ന ഫിഗർ, ബി എന്ന് പറയുന്ന ഫിഗറിൽ എന്താണ് ടെൻഷൻ കാണിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് അലോങ് ദ സ്ട്രിങ് ആണ്. അതാണ് ടി എന്ന് എഴുതിയിട്ട് ഈ ഒരു
ആരോ മാർക്ക് കിട്ടി, അതാണ് ടെൻഷൻ, അത് സ്ട്രിങ്ങിന് അലോങ് ആയിട്ടും. പിന്നെ എം ജി എന്ന് പറയുന്നത് എന്താണ്, ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് അല്ലെ, ഇറ്റ് ഇസ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലെ, ഗ്രാവിറ്റി കാരണം വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിട്ട് എം ജി എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, അതിന്റെ രണ്ട് കമ്പോണൻസ് കാണാം, എം ജി കോസ് തീറ്റയും എം ജി സൈൻ തീറ്റയും അല്ലെ. ആ എം ജി എന്ന് പറയുന്ന ഫോഴ്സിനെ രണ്ട് എന്താണ് വെർട്ടിക്കൽ കമ്പോണന്റും ഹൊറിസോണ്ടൽ കമ്പോണന്റും ആയിട്ട് റിസോൾവ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അങ്ങനെ എം ജി കോസ് തീറ്റയും കിട്ടുന്നു, എം ജി സൈൻ തീറ്റയും കിട്ടുന്നു, രണ്ടുപേരും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ബോബിൽ ആക്ട് ചെയ്യുന്ന വ്യത്യസ്ത ബലങ്ങളാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സോ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സ്വതന്ത്ര ബലചിത്രമാണ്. നൂല് ലംബവുമായി രൂപപ്പെടുത്തുന്ന കോൺ തീറ്റ ആണെന്ന് കരുതുക. ബോബ് സന്തുലിത സ്ഥാനത്തിരിക്കുമ്പോൾ തീറ്റ എന്താണ്, 0ആണ്. അതായത് ഇതാണ് നമ്മുടെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ നിന്ന് നമ്മുടെ ബോബ് എന്താണ്, ഇത് ഇത്രയും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്ത് വിളിച്ചു, തീറ്റ എന്ന് വിളിച്ചു. ഓക്കെ, ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, തീറ്റ ആണ്. അതേസമയത്ത് ഈ ബോബ് എന്താണ്, നമ്മുടെ മീൻ പൊസിഷനിൽ തന്നെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്താവും, 0 ആവും. മീൻ പൊസിഷനിൽ തന്നെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ 0 ആവും. അല്ല മീൻ പൊസിഷനിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്, അപ്രോക്സിമേറ്റ്ലി ഒരു തീറ്റ എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണത് പോയിട്ടുള്ളത് എന്ന് കരുതുകയാണെങ്കിൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെയാണ് നമ്മൾ പറഞ്ഞത് ടെൻഷൻ അലോങ് ദി സ്ട്രിങ്, എം ജി ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ആ ഫോഴ്സിനെ തന്നെ നമ്മുടെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തു, എം ജി കോസ് തീറ്റയും അതുപോലെ എം ജി സൈൻ തീറ്റയും. അതാണ് ഇവിടെ പറയുന്നത്. ബോബിൽ രണ്ട് ബലങ്ങൾ മാത്രമേ പ്രയോഗിക്കപ്പെടുന്നുള്ളൂ, ടി എന്ന വലിവ് ബലവും, അതായത് ചരടിലൂടെ ഉള്ളത്, അതുപോലെ കുത്തനെയുള്ള ഗുരുത്വാകർഷണ ബലവും, അതായത് എം ജി വെർട്ടിക്കലി ഡൗൺവേർഡ്സ് എന്ന ബലത്തെ ചരലിലൂടെയുള്ള എം ജി കോസ് തീറ്റ എന്ന ഘടകവുമായി അതിന് ലംബമായുള്ള എം ജി സൈൻ തീറ്റ എന്ന ഘടകമായും വിഘടിപ്പിക്കാൻ കഴിയും. ഓക്കെ, അത് റിസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് ആണ് ഈ പറയുന്നത്. എം ജി കോസ് തീറ്റ ആൻഡ് എം ജി സൈൻ തീറ്റ ആയിട്ട് നമുക്ക് അതിനെ എന്താണ് റിസോൾവ് ചെയ്യാനായിട്ട് കഴിയും. ആൻഡ് പെൻഡുലം ബോബ് നിശ്ചിത കേന്ദ്രമായിട്ടുള്ളതും എൽ ആരമുള്ളതുമായ ഒരു വൃത്തപാതയിലൂടെ ചലിക്കുന്നതിനാൽ അതിന്മേൽ ഒരു ആരമിക ത്വരണം അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ എൽ, അതാണ് ആരമിക ത്വരണം അല്ലെ റേഡിയൽ ആക്സലറേഷൻ ഉണ്ടെന്ന് പറയും. അതായത് നമ്മൾ പറയണം മോഷൻ ഓഫ് ദ ബോബ് എന്ന് പറയുന്ന ഒരു സർക്കുലർ പാത്തിലൂടെയാണെന്ന് പറയാം. സർക്കുലർ പാത്ത് ഓഫ് സർക്കിൾ ഓഫ് ലെങ്ത് എൽ, ആൻഡ് അതുകൊണ്ട് ഇതിന്റെ ഈ ഒരു ആക്സലറേഷൻ, ഇറ്റ് ഈസ് ഹാവിങ് എ റേഡിയൽ ആക്സലറേഷൻ, അതിന്റെ വാല്യൂ ആണ് ഒമേഗ സ്ക്വയർ എൽ എന്ന് നമ്മൾ പറയുന്നത്. അതോടൊപ്പം ഒരു തൊടുവര ത്വരണവും പ്രയോഗിക്കപ്പെടുന്നു. രണ്ടാമത് പ്രസ്താവിക്കപ്പെടുന്ന ത്വരണം വൃത്തപാതയിലൂടെയുള്ള ബോബിന്റെ ചലനം സമചലനമല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. സോ ഇവിടെ ആരമിക ത്വരണം ഉണ്ടാകുന്നത് ബോബിന്മേൽ ആരത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന പരിണിത ബലം ടി എം ജി കോസ് തീറ്റയ്ക്ക് തുല്യമാണ്. അതേസമയം തൊടുവര ത്വരണം ഉണ്ടാകുന്നത് എം ജി കോസ് തീറ്റ മൂലമാണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള ആക്സലറേഷൻ പറയുന്നുണ്ട്, റേഡിയൽ ആക്സലറേഷനും പറയുന്നുണ്ട്, അതുപോലെ ടാൻജൻഷ്യൽ ആക്സലറേഷൻ, അതാണ് ഈ തൊടുവര ത്വരണം എന്ന് പറയുന്നത്. ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടാൻജൻഷ്യൽ ആക്സലറേഷൻ. അപ്പൊ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള ഒരു മോഷൻ ആണെന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് അസമചലനം ആണെന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്താണ് ആരംഭിക ത്വരണം ഉണ്ടാകുന്നത് ബോബിന്മേൽ ആരത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന പരിണിത ബലം ടി എം ജി കോസ് തീറ്റയ്ക്ക് തുല്യമാകുന്നു. അതായത് നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാവും, ടി എന്ന് പറയുന്നത് എന്താണ്, ടി എം ജി കോസ് തീറ്റയ്ക്ക് തുല്യമാണ് നമ്മുടെ ഈ ഒരു റേഡിയൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് എം ജി കോസ് തീറ്റയ്ക്ക് തുല്യമാണ്. ഓക്കെ, ത്വരണം ഉണ്ടാകുന്നത് ബോബിന്മേൽ ആരത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന പരിണിത ബലം ടി മൈനസ് ആണ്, ടി മൈനസ് എം ജി കോസ് തീറ്റയ്ക്ക് തുല്യമാണ്. അതേസമയം തൊടുവര ത്വരണം ഉണ്ടാകുന്നത് എം ജി കോസ് തീറ്റ മൂലമാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട് ഫിഗറിൽ, ഈ ബോബിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, ഒന്ന് ടെൻഷൻ, അതുപോലെ നമ്മുടെ എം ജി എന്ന് പറയുന്നതിന് രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, റിസോൾവ് ചെയ്തു, എം ജി കോസ് തീറ്റ എം ജി സൈൻ തീറ്റ. അപ്പോൾ ഈ ടിയും എം ജി കോസ് തീറ്റ എന്താണ്, ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ക്യാൻസൽ ഔട്ട് ആയി പോകുന്നു. അതുകൊണ്ടാണ് നെറ്റ് റേഡിയൽ ഫോഴ്സിനെ ടി മൈനസ് എം ജി കോസ് തീറ്റ എന്ന് പറഞ്ഞത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അവർ ക്യാൻസൽ ആയി പോകുന്നു. പിന്നെ ബോബിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് എം ജി സൈൻ തീറ്റ. ആ എം ജി സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ്. ആ ഫോഴ്സ് ആണ് എന്താന്ന് പറയുന്നത് ബോബിനെ തിരിച്ച് മീൻ പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നത്. സോ
എം ജി സൈൻ തീറ്റ. ആ എം ജി സൈൻ തീറ്റയാണ് നമ്മൾ ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആക്സലറേഷൻ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ന് പറയുന്നു. സോ ഇവിടെ ആരംഭിക ത്വരണം ഉണ്ടാകുന്നത് ബോബിന്മേൽ ആരത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന പരിണിത ബലം ടി മൈനസ് എം ജി കോസ് തീറ്റയ്ക്ക് തുല്യമാണ്. അതേസമയം തൊടുവര ത്വരണം ഉണ്ടാകുന്നത് എം ജി കോസ് തീറ്റ മൂലമാണ്. തൊടുവര ത്വരണം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ടാകുന്നത് എം ജി കോസ് തീറ്റ എന്ന് പറയുന്ന, സോറി, എം ജി കോസ് തീറ്റ അല്ലാതെ ഇവിടെ സൈൻ തീറ്റ വരുന്നത്. ഓക്കെ, എം ജി സൈൻ തീറ്റ മൂലമാണ്. സോ ആരംഭിക ബലം ഉണ്ടാകുന്ന ടോർക്ക് പൂജ്യമായതിനാൽ സരള ഹാർമോണിക പെൻഡുലത്തിന്റെ താങ്ങുമായി ബന്ധപ്പെട്ട ടോർക്ക് പരിഗണിക്കുന്നതാണ് സൗകര്യപ്രദം. സോ തിരശ്ചീന കേന്ദ്രം ആധാരമായി ബോബിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ടോർക്ക് പൂർണ്ണമായും ഉണ്ടാകുന്നത് ബലത്തിന്റെ തൊടുവര ഘടകമായ എം ജി സൈൻ തീറ്റ മൂലമാണ്. കണ്ടോ, ഇവിടെ കറക്റ്റ് ആയിട്ട് അവർ സൈൻ തീറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം ടോർക്കാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ഇതെന്താണ്, ഈ ഒരു മോഷനിൽ നമ്മൾ ടോർക്ക് പറയാൻ പോവാണ്. ടോർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ്, ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ് ആണ്. അപ്പോൾ ഫോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എം ജി സൈൻ തീറ്റ ആണ്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, എൽ, അതായത് ലെങ്ത് ഓഫ് ദി ആ പെൻഡുലം. അങ്ങനെയാണ് നമ്മൾ ടി ഈസ് ഈക്വൽ ടു മൈനസ്. എങ്ങനെ വരുന്നത് നമുക്കറിയാം, റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ പോകുന്നത്, അതായത് ഇങ്ങോട്ടല്ലേ പോകുന്നത്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് അവിടെ മൈനസ് കൊടുത്തിരിക്കുന്നത്. സോ ടോ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എൽ ഇൻറ്റു എം ജി സൈൻ തീറ്റ എന്ന് പറഞ്ഞാണ് നമുക്ക് ടോർക്ക് കിട്ടുന്നത്. ദെൻ ഇതൊരു പുനഃസ്ഥാപന ടോർക്ക് ആയതിനാൽ ബോബിന്റെ കോണീയ സ്ഥാനാന്തരം എല്ലായ്പ്പോഴും കുറയ്ക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതെന്താണ്, ഇതൊരു റീസ്റ്റോറിംഗ് ആയിട്ടുള്ള ഒരു ടോർക്കാണ്. അതുകൊണ്ട് ഇതെന്താണ്, നമ്മുടെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിനെ കുറയ്ക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഈ സവിശേഷതയാണ് മുകളിലെ സമവാക്യത്തിലെ നെഗറ്റീവ് ചിഹ്നത്തിന് കാരണം. സോ ന്യൂട്ടന്റെ ചലന നിയമം വർത്തുള ചലനത്തിൽ പ്രയോഗിക്കുമ്പോൾ, അതായത് സർക്കുലർ മോഷൻ അല്ലെ റൊട്ടേഷണൽ മോഷനിലോട്ട് നമ്മൾ എത്തുമ്പോഴത്തേക്കും ടോ ഇസ് ഈക്വൽ ടു എന്താണ്, ഐ ആൽഫയാണ്. അവിടെ ഐ എന്ന് പറയുന്നത് എന്താണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ആംഗുലർ ആക്സിലറേഷൻ. ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. സോ ഐ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എം ജി സൈൻ തീറ്റ ഇൻറ്റു എൽ എന്ന് എഴുതാമല്ലോ. കാരണം ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മളുണ്ട്. ടോ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എൽ ഇൻറ്റു എം ജി സൈൻ തീറ്റ ഉണ്ട്. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. സോ ഐ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എം ജി സൈൻ തീറ്റ ഇൻറ്റു എൽ. അപ്പം എന്താണ്, ഐ ഇസ് അല്ലെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എം ജി എൽ ബൈ ഐ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞു. സോ തീറ്റയുടെ മൂല്യം വളരെ ചെറുതാണ് എന്ന സങ്കല്പത്തിൽ സമവാക്യം 14.25 നമുക്ക് ലഘൂകരിക്കുവാൻ കഴിയും. തീറ്റ ചെറുതാകുമ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു, എങ്ങനെയാണ് നമുക്ക് ഇതിനെ സൈൻ തീറ്റ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, വെൻ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഇസ് സ്മോൾ. എങ്ങനെയാണ് പറയുന്നത്, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ മൈനസ് തീറ്റ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് തീറ്റ റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ പ്ലസ് ഓർ മൈനസ് എക്സെട്ര അങ്ങനെ പോകുന്നു. തീറ്റ എന്നാന്ന് പറയുന്നത് ഇവിടെ റേഡിയൻ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നിന്നും തീറ്റയുടെ വില തീരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സമവാക്യത്തിനെ നമുക്ക് എങ്ങനെ തിരിച്ചെഴുതാം, അതായത് സൈൻ തീറ്റ എന്ന് പറയുന്ന ടേമിനെ നമ്മൾ തീറ്റ ആക്കി എഴുതുന്നു. അതായത് വെൻ തീറ്റ സ്മോൾ സൈൻ തീറ്റ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. അങ്ങനെ നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ ബൈ ഐ ഇൻറ്റു തീറ്റ എന്ന് പറയുന്ന ഫോർമാറ്റിൽ എഴുതാൻ കഴിയും. സോ പട്ടിക 14.1 റേഡിയനിലും ഡിഗ്രിയിലുമുള്ള തീറ്റയുടെ വിലയും സൈൻ തീറ്റയുടെ വിലയും നൽകിയിരിക്കുന്നു. തീറ്റ ഇസ് ഈക്വൽ ടു 20 ഡിഗ്രി ആകുമ്പോൾ പോലും റേഡിയനിലുള്ള വില സൈൻ തീറ്റയുടെ വിലയ്ക്ക് ഏകദേശം സമമാണ്. സമവാക്യം 14.11ന്റെ കോണീയ തുല്യ രൂപമാണ് സമവാക്യം 14.27. അതായത് ഒരു സരള പെൻഡുലത്തിന്റെ ചെറിയ കോണിലുള്ള ദോലനം ഏകദേശം സരള ഹാർമോണിക ചലനമാണ്. ഓക്കെ, അപ്പൊ ചെറിയ ആംഗിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ കോണീയ ആവൃത്തി നമ്മൾ എങ്ങനെ എഴുതാം, ഒമേഗ ഇസ് ഈക്വൽ ടു എം ജി എൽ ബൈ ഐ എന്ന് എഴുതാം. എൽ ലെങ്ത് ആണ്, ഐ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അതുപോലെ ടൈം പീരീഡ്, അതായത് ആവർത്തന കാലം എങ്ങനെ എഴുതാം, ടി ഇസ് ഈക്വൽ ടു 2.√ ഐ ബൈ എം ജി ഇൻറ്റു എൽ എന്ന് എഴുതാം. അപ്പോൾ രണ്ട് നോക്കി വെച്ചോളുക, സിമ്പിൾ പെൻഡുലത്തിന്റെ ആംഗുലർ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ടൈം പീരീഡും. അത് കഴിഞ്ഞ് സരള പെൻഡുലത്തിന്റെ ആകെ മാസ് എം അതിന്റെ ബോബിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ബോബ് പെൻഡുലം ഉറപ്പിച്ചിരിക്കുന്ന ബിന്ദുവിൽ നിന്നും എൽ ആരത്തിലാണ്. അതുകൊണ്ട് ഈ വ്യൂഹത്തിന് ഐ ഇസ് ഈക്വൽ ടു എന്താണ്, എം എൽ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എം എൽ സ്ക്വയർ എന്ന് പറഞ്ഞത്, അതും നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ചാപ്റ്റർ, അതായത് റൊട്ടേഷണൽ ഡൈനാമിക്സിൽ പഠിക്കുന്നതാണ്. ഐ ഇസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഈ റൊട്ടേഷണൽ ടോർക്ക്, ആംഗുലർ ആക്സിലറേഷൻ,
അതൊക്കെ നമ്മൾ റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. സോ ഐ ഇസ് ഈക്വൽ ടു എന്താണ് ml സ്ക്വയർ ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ആൻഡ് ദാറ്റ് ഇസ് ടി ഇസ് ഈക്വൽ ടു അപ്പോൾ എന്താണ് ml സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ, ഇവിടെ ഐക്ക് പകരം ഇവിടെ ml സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എൽ ക്യാൻസൽ ആവും. സോ വിൽ ഗെറ്റ് റൂട്ട് ഓഫ് എമ്മും ക്യാൻസൽ ആവും. സോ ദാറ്റ് ഇസ് റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് പറഞ്ഞു കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടൈം പീരീഡ് അല്ലെങ്കിൽ ആവർത്തന കാലം എന്ന് പറയുന്നത് ടി സിക്കൽ റൂട്ട് ഓഫ് എൽ ബൈ ജി, അതാണ് സിമ്പിൾ പെൻഡുലം. ഇതാണ് നമ്മൾ +1 പഠിക്കുമ്പോൾ എന്താണ് ഈ നമ്മുടെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും 2π × റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതാ നമുക്ക് ടൈം പീരീഡ് കിട്ടി സിമ്പിൾ പെൻഡുലത്തിൻ്റെ. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കുക, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത് നമുക്ക് ഡാംഡ് സിമ്പിൾ ഹാർമോണിക് മോഷനാണ് നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് ഡാംഡ് ഓസിലേഷൻ ആണ്. ഡാംഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ അവമന്ദിത സരള ഹാർമോണിക ചലനം. സോ ഇതെന്താണെന്ന് നോക്കാം. അതായത് വായുവിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു സരള പെൻഡുലത്തിന്റെ ചലനം കുറേ സമയത്തിന് ശേഷം നിൽക്കുന്നതായി നാം കാണാറുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ്, നമുക്കറിയാം ഒരു പെൻഡുലത്തിനെ നമ്മൾ ഓസിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിയുമ്പോഴത്തേക്കും എന്താണ് കുറേ നേരം അത് ഓസിലേറ്റ് ചെയ്ത് പിന്നെന്താണ് അതിങ്ങനെ പതുക്കെ എന്താണ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ ഓസിലേഷൻസ് എന്താണ് നിലയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഓസിലേഷൻസ് നിന്നു പോകുന്നത്? സോ പെൻഡുലം താങ്ങിൽ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗത്തെ ഘർഷണവും അതുപോലെ പെൻഡുലവുമായി സമ്പർക്കത്തിലുള്ള വായുവിന്റെ വലിവും പെൻഡുലത്തിന്റെ ചലനത്തെ എതിർക്കുന്നതാണ് അല്ലെ. അപ്പൊ എന്താണ് ഫ്രിക്ഷൻ, അതുപോലെ എന്താണ് നമ്മുടെ ഈ എയറിലുണ്ടാകുന്ന ഡ്രാഗ് അല്ലെ, ആ വലിവ്. അപ്പൊ ഈ ഡ്രാഗ് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും കാരണമാണ് എന്തെന്ന് പറയുന്നത് പെൻഡുലത്തിന്റെ മോഷൻ എന്ത് ചെയ്യുന്നു, പതുക്കെ നിലയ്ക്കുന്നു. അപ്പൊ ഇത് രണ്ടും എന്താണ് പെൻഡുലത്തിന്റെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സും ഈ ഡ്രാഗ് എന്ന് പറയുന്നത് വിസ്കസ് ഡ്രാഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫ്ലൂയിഡ് ഡൈനാമിക്സിലൊക്കെ പഠിക്കുന്നതാണ് അല്ലെ. അപ്പോൾ ഈ ഡ്രാഗും അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സും എന്താണ് ഒപ്പോസിങ് ഫോഴ്സസ് ആണ്. സോ ഈ ഒപ്പോസിങ് ഫോഴ്സസ് ഈ പെൻഡുലത്തിന്റെ മോഷന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു. അതിന്റെ ഫലമായിട്ട് എന്താണ് ഈ പെൻഡുലത്തിന്റെ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ അതിന്റെ ആ പീരിയോഡിക് മോഷൻ എന്താണ് നിൽക്കുന്നു. സോ ചലനത്തെ എതിർക്കുന്നതാണ്, പെൻഡുലത്തിന്റെ ചലനത്തെ എതിർക്കുന്നതാണ് ഇതിന് കാരണം. സോ ഇങ്ങനെ പെൻഡുലത്തിന്റെ ചലനം എതിർക്കപ്പെടുമ്പോൾ അതിന്റെ ഊർജം സാവധാനം കുറയുന്നു. അപ്പൊ എന്താണ് പതുക്കെ അതിന്റെ എനർജി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്ത് വരുന്നു. സോ ഇങ്ങനെയുള്ള ദോലനങ്ങളെയാണ് നമ്മൾ ഡാംഡ് ഓസിലേഷൻസ് അല്ലെങ്കിൽ എന്താണ് അവമന്ദിത ദോലനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സമയം ഇങ്ങനെ കഴിയുന്തോറും എന്താണ് ഊർജം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ എന്താണ് പീരിയോഡിക് ആയിട്ടുള്ള മോഷൻ നിലച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ ഡാംഡ് ഓസിലേഷൻ അല്ലെങ്കിൽ അവമന്ദിത ദോലനങ്ങൾ എന്ന് പറയുന്നത്. ഇനി അവമന്ദിത ദോലനങ്ങളിൽ വ്യൂഹത്തിന്റെ ഊർജം തുടർച്ചയായി കുറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ദോലനം ഏകദേശം ക്രമാവർത്തിതമായി നിൽക്കുന്നു. സോ ഇത്തരം ഊർജ ശോഷണ ബലങ്ങൾ സാധാരണയായി ഘർഷണ ബലങ്ങളാണ്. ശോഷണ ബലങ്ങളുടെ പ്രഭാവം ഒരു ദോലകത്തിനെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാൻ ചിത്രം 14.19 കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു വ്യൂഹം നമുക്ക് പരിഗണിക്കാം. അപ്പം ആ ചിത്രം എന്താ നോക്കാം, നമുക്കിവിടെ കാണാം. അതായത് ഒരു സപ്പോർട്ടിൽ ഒരു സ്പ്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ്ങിന്റെ ഒരു എൻഡിൽ എന്താണ് ഒരു ബ്ലോക്ക്, ഒരു കട്ടയും കൊടുത്തിട്ടുണ്ട്. സോ ഇതുപോലൊരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ ഡാമ്പിങ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ആ കാര്യങ്ങളാണ് ഈ ഒരു പോർഷൻ നമ്മൾ പറയുന്നത്. സോ ഇവിടെ സ്പ്രിങ്ങിന്റെ സ്ഥിരാങ്കം എന്താണ് കെ ആണ്. സ്പ്രിങ് കോൺസ്റ്റന്റ് സ്ഥിരാങ്കം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ സ്പ്രിങ് കോൺസ്റ്റന്റ് കെ അല്ലെങ്കിൽ സ്പ്രിങ് സ്ഥിരാങ്കം കെ ഉള്ള ഒരു സ്പ്രിങ്ങുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന എം മാസുള്ള ഒരു കട്ട ലംബമായി ദോലനം ചെയ്യത്തക്ക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ് വെർട്ടിക്കലി ഓസിലേറ്റ് ചെയ്യാണ്, മേലോട്ടും താഴോട്ടും ഓസിലേറ്റ് ചെയ്യുന്ന ഒരു സ്പ്രിങ് ആൻഡ് ബ്ലോക്ക് സിസ്റ്റം ആണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ സമവാക്യം 14.20 നിന്നും ഇതിന്റെ കോണീയ ആവൃത്തി, അതായത് നമുക്കറിയാം ഫ്രീക്വൻസി ഒമേഗ ഇസ് ഈക്വൽ റൂട്ട് ഓഫ് കെ ബൈ എം എന്നാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, സോ ഒമേഗ നമ്മൾ അതായത് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ഒമേഗ ഇസ് ഈക്വൽ റൂട്ട് ഓഫ് കെ ബൈ എം, കെ സ്പ്രിംഗ് കോൺസ്റ്റന്റ്, എം എന്ന് പറയുന്നത് ബ്ലോക്കിന്റെ മാസ്. സോ ഒരു സരള പെൻഡുലത്തെ അല്ലെങ്കിൽ ഒരു സ്പ്രിങ്ങിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കട്ടയെ ചെറിയ സ്ഥാനാന്തരത്തിന് വിധേയമാക്കിയതിനു ശേഷം സ്വതന്ത്രമാക്കിയാൽ അത് അതിന്റെ സ്വാഭാവിക കോണീയ ആവൃത്തിയിൽ ദോലനം ചെയ്യുമെന്ന് നമുക്ക് അറിയാം. സോ ചുറ്റുമുള്ള മാധ്യമം പ്രയോഗിക്കുന്ന മന്ദീകരണ ബലം കാരണം ഈ വ്യൂഹത്തിന്റെ യാന്ത്രികോർജം, അതായത് എന്താണ് മെക്കാനിക്കൽ എനർജി എന്ത് ചെയ്യുന്നു, കുറയുന്നു അല്ലെ. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ ഈ സ്പ്രിങ്ങിന്റെ അറ്റത്തുള്ള കട്ട എന്താണ് നമ്മൾ ചെറുതായിട്ടൊന്ന് വലിച്ചു വിട്ടാൽ എന്താണ് ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഫ്രീലി അതിങ്ങനെ നമ്മൾ ഫ്രീ ആക്കി വിട്ടാൽ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ എന്താണ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും എന്താണ് അതിന്റെ ഓസിലേഷൻസ് കുറഞ്ഞു വരുന്നു. അതിന്റെ കാരണം എന്താണ്, ഒരു ചുറ്റുമുള്ള മാധ്യമത്തിൽ, അതായത് എക്സ്റ്റേണലി അവരുടെ സറൗണ്ടിങ്സിലുള്ള ആ മീഡിയത്തിൽ എന്താണ് ഓരോരോ ആൾക്കാർ
ഓരോ ആൾക്കാരല്ല, എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ എന്ത് ചെയ്യുന്നു, അതിൽ പ്രയോഗിക്കപ്പെടുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുന്നതിൻ്റെ റിസൾട്ടായിട്ട് അവരുടെ എനർജി എന്ത് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജി കുറയുന്നു. സോ ഈ ഊർജ്ജ നഷ്ടം ചുറ്റുമുള്ള മാധ്യമത്തിൽ, അതായത് കട്ടയിലും താപോർജ്ജമായി പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ എന്താണ്, കട്ടയിൽ ഇതെന്താണ് താപോർജ്ജമായിട്ട്, അതായത് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. സോ അതാണ് ഇവിടെ കാണുന്നത്, ഒരു അവമന്ദിത സരള ഹാർമോണിക ദോലകം. സോ കട്ട ദോലനം ചെയ്യുമ്പോൾ ചുറ്റുമുള്ള മാധ്യമത്തിൽ ദീർഘചതുര കട്ടയിൽ ഒരു അവമന്ദിത ബലം എന്താണ് പ്രയോഗിക്കപ്പെടുന്നുണ്ട്. സോ മന്ദീകരണ ബലങ്ങൾ ചുറ്റുമുള്ള മാധ്യമത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. കട്ടയെ ഒരു ദ്രാവകത്തിൽ മുക്കിയിട്ടിരുന്നാൽ അതിൽ അനുഭവപ്പെടുന്ന മന്ദീകരണത്തിന്റെ അളവ് വളരെ ഉയർന്നതും ഊർജ്ജ നഷ്ടം വളരെ വേഗത്തിലായിരിക്കും. അല്ലെ, ഇപ്പൊ നമ്മൾ എന്താണ് എയറിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്പ്രിംഗ് ആൻഡ് ബ്ലോക്ക് സിസ്റ്റത്തെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇത് അതിന് നമ്മളൊരു ദ്രാവകമാണ്, ഒരു ലിക്വിഡിലാണ് നമ്മൾ ഇതിനെ ഇമേഴ്സ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എന്താണ് ഇവരുടെ ഈ ഒരു ഡാമ്പിങ്ങിന്റെ അളവ് അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ് കൂടും. അതുപോലെ തന്നെ അവരുടെ എനർജി ലോസ് എന്താണ് കുറച്ചുകൂടെ ഫാസ്റ്ററും ആയിരിക്കും. സോ മന്ദീകരണ ബലം സാധാരണയായി ബോബിന്റെ പ്രവേഗത്തിന് ആനുപാതികമായിരിക്കും. അല്ലെ, പ്രവേഗം എന്താണ് ഓർമ്മയുണ്ടല്ലോ, വെലോസിറ്റിയാണ്, നമ്മൾ ഓൾറെഡി പണ്ട് പഠിച്ചിട്ടുള്ളതാണ് പ്രവേഗം. സോ ബോബ് അറിയാലോ, ഈ അറ്റത്ത് നമ്മുടെ ഈ ഒരു ബോബ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിമ്പിൾ പെൻഡുലം ആണെങ്കിൽ അറ്റത്ത് താഴെ നമ്മൾ ഈ സ്പെറിക്കൽ ബോഡിയാണ് നമ്മൾ ബോബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ഡാമ്പിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാമ്പിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ വെലോസിറ്റി ഓഫ് ദി ബോബിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, അതാണ് അനുപാതികമായിരിക്കും എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ പണ്ടത്തെ സ്റ്റോക്സ് നിയമത്തിലൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇത് പ്രവേഗ ദിശയ്ക്ക് എതിരെ ആണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മന്ദീകരണ ബലത്തെ എങ്ങനെ എഴുതാം, എഫ് ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി വി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എഫ് ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി വി, വി ആണ് അവിടെ വെലോസിറ്റി. അപ്പൊ ബി എന്താണ്, ബി എന്ന പോസിറ്റീവ് സ്ഥിരാങ്കം മാധ്യമത്തിന്റെ സ്വഭാവ സവിശേഷതകൾ, അതായത് എന്താണ് വിസ്കോസിറ്റി, അതുപോലെ കട്ടയുടെ വലിപ്പം, ആകൃതി മുതലായവയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ ബി എന്താണ്, ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ആ മീഡിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് വിസ്കോസിറ്റി, അതുപോലെ തന്നെ കട്ടയുടെ ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ സൈസ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബി ഇരിക്കുന്നത്. സോ അപ്പം നമ്മൾ എന്താണ് ഡാമ്പിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതി, എഫ് ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി വി എന്ന് എഴുതി. സോ സാധാരണയായി സമവാക്യം 14.30 വളരെ ചെറിയ പ്രവേഗങ്ങൾക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. സോ മാസ് എമ്മിനെ സ്പ്രിങ്ങിൽ സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ അത് സ്പ്രിങ്ങിൽ ഒരു ചെറിയ വലിവുണ്ടാക്കും. സോ അതിനുശേഷം നിശ്ചിത ഉയരത്തിൽ നിശ്ചലാവസ്ഥയിലാകുന്നു. ഈ സ്ഥാനം ചിത്രം 14.20 O എന്ന ബിന്ദു സൂചിപ്പിക്കുന്നു. സോ നമ്മുടെ ഈ ഒരു ഇതിനകത്ത് O എന്ന ബിന്ദു, അതിനാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് വിളിക്കുന്നത്. സോ ഈ O എന്ന നിശ്ചലാവസ്ഥയിലാകുമ്പോൾ അവരെന്താണ് O എന്ന ബിന്ദുവിലായിരിക്കും. സോ ഈ സ്ഥാനത്തെ മാസിന്റെ സന്തുലിത സ്ഥാനം, അതാണ് നമ്മൾ പറഞ്ഞത് ഇക്വിലിബ്രിയം, സന്തുലിത സ്ഥാനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് വിളിക്കുന്നു. സോ ഈ സ്ഥാനത്ത് നിന്നും മാസിനെ കുറച്ചു ദൂരം താഴേക്ക് വലിക്കുകയോ മുകളിലേക്ക് തള്ളുകയോ ചെയ്താൽ സ്പ്രിംഗ് വസ്തുവിൽ ഉണ്ടാക്കുന്ന പുനഃസ്ഥാപന ബലം, അല്ലെ റീസ്റ്റോറിംഗ് ഫോഴ്സ്, അല്ലെ സ്പ്രിങ്ങിനെ നമ്മൾ ജസ്റ്റ് താഴോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ ഒന്ന് പുഷ് ചെയ്യുവാണെങ്കിൽ എന്താണ് ആ സ്പ്രിംഗിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് എഫ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് എഴുതിയേക്കുന്നത്. ഇത് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ഹുക്സ് ലോ വഴി നമ്മൾ പഠിച്ചതാണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇൻ എ സ്പ്രിംഗ്. സോ എഫ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് കെ എക്സ് ആണ് ഇതിന്റെ വാല്യൂ. സോ ഇവിടെ സന്തുലിത സ്ഥാനത്ത് നിന്നും വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് എക്സ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നിശ്ചിത സമയം ടിയിൽ മാസിൽ പ്രയോഗിക്കപ്പെടുന്ന ബലം എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് മൈനസ് ബി വി ആണ്. സോ അപ്പൊ എന്താണ് പറയുന്നത്, ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മാസ് അറ്റ് എനി ടൈം എന്ന് പറയുന്നത് എന്താണ്, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് മൈനസ് ബി വി, അല്ലെ. മൈനസ് കെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ആ റീസ്റ്റോറിംഗ് ഫോഴ്സ്, മൈനസ് ബി വി എന്ന് പറയുന്നത് എന്താണ്, ഡാമ്പിംഗ് ഫോഴ്സ്. അപ്പൊ രണ്ടും കൂടെ ചേർന്ന് മൈനസ് കെ എക്സ് മൈനസ് ബി വി എന്ന് പറയുന്നതാണ് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ഡാംഡ് ഓസിലേറ്റർ, അല്ലെങ്കിൽ ഈ ഒരു ടോട്ടൽ ഫോഴ്സ് ഓൺ ദി ഈ മന്ദീകരണ വ്യൂഹത്തിലുള്ള എന്താണ് മൊത്ത ഫോഴ്സിന്റെ വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇനി ടി സമയത്തെ മാസിന്റെ ത്വരണം എ ഓഫ് ടി ആണെങ്കിൽ എക്സ് ചലന ദിശയിലൂടെ ന്യൂട്ടന്റെ രണ്ടാമത്തെ ചലന നിയമം പ്രയോഗിച്ചാൽ, അല്ലെ, ന്യൂട്ടന്റെ രണ്ടാമത്തെ ചലന നിയമം എന്താണ്, എഫ് ഇസ് ഈക്വൽ ടു എം എ, അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് മൈനസ് ഓഫ് കെ എക്സ് ഓഫ് ടി മൈനസ് ഓഫ് ബി വി ഓഫ് ടി. അതായത് ഈ സെയിം ഇക്വേഷനെ തന്നെ, അതായത് നമ്മൾ എന്താ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് മൈനസ് ബി വി എ ഒറ്റ ടൈം ടി എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് നമ്മൾ മാറ്റി എഴുതും.
അതാണ് മൈനസ് ഓഫ് കെ എക്സ് ഓഫ് ടി മൈനസ് ബി വി ഓഫ് ടി എന്ന് എഴുതി. സോ ഏകമാന ചലനം ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ സദിശ ചിഹ്നം ഉപയോഗിച്ചത്. വി ഓഫ് ടിക്ക് പകരമായി ഡി എക്സ് ബൈ ഡി ടിയും എ ഓഫ് ടിക്ക് പകരമായി ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറും ഉപയോഗിച്ച് ക്രമപ്പെടുത്തുമ്പോൾ, അതായത് നമ്മളിവിടെ എ ഓഫ് ടി, അതായത് നമ്മുടെ ആക്സിലറേഷനെ നമ്മൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, അതൊക്കെ നമ്മൾ ഫസ്റ്റ് മോഷനിൽ പഠിച്ചതാണ്, മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലെ, മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈനിൽ പഠിച്ചതാണ്. അതുപോലെ വി ഓഫ് ടി, അതായത് പ്രവേഗത്തിന് നമുക്ക് എന്ത് എഴുതാം, ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പൊ ഇത് രണ്ടും വെച്ച് നമ്മൾ ഇതിനെ ഈ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എന്താണ് എം ഇൻറ്റു, അപ്പം എക്ക് വരെ എന്താണ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ്, അതായത് ഈ ബി എ ഈ സൈഡിലോട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെ ഈക്വൽ ടു സൈൻ ആണ്, ഇവിടെ പ്രിന്റിംഗിൽ അത്ര കാണാനായിട്ട് പറ്റുന്നില്ല, പക്ഷേ ഇത് ഈക്വൽ ടു സൈൻ ആണ്. സോ ഇത് ഇപ്പുറത്തോട്ട് വരുമ്പം പ്ലസ് ബി വി ആണ്, ബി ഓഫ് ടി ആണ്. സോ അതാണ് ബി ഇൻറ്റു വി ഓഫ് ടിക്ക് വരും ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി പ്ലസ് കെ ഓഫ് എക്സ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് എഴുതി കാണിക്കാം നിങ്ങൾക്ക്. അതായത് നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് കെ എക്സ് മൈനസ് ബി വി, ഇതാണ് ഒരു ഡാംഡ് ഓസിലേറ്ററിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്. അതിൽ മൈനസ് ഓഫ് കെ എക്സ് എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ്, ആ സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സും മൈനസ് ബി വി എന്ന് പറയുന്നത് എന്താണ്, ഡാമ്പിംഗ് ഫോഴ്സുമാണ്. ബി ഏതോ ഒരു കോൺസ്റ്റന്റ്, വി വെലോസിറ്റി ആണ് നമ്മൾ പറഞ്ഞു. അതിനെ തന്നെ എന്താണ് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് നമുക്ക് എഴുതാമല്ലോ അല്ലേ. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എം എ ഇസ് ഈക്വൽ ടു കെ എക്സ് മൈനസ് ഓഫ് കെ എക്സ് മൈനസ് ബി വി എന്ന് എഴുതി. ഇനി ഒരു ടൈം ടി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇത് തന്നെ എന്താണ് എം ഇൻറ്റു എ ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് കെ എക്സ് ഓഫ് ടി മൈനസ് ഓഫ് ബി വി ഓഫ് ടി. ഇനി ഇവിടെ എക്സ് ഓഫ് ടിക്ക് പകരം ഞാൻ എന്ത് എഴുതി, വി ഓഫ് ടിക്ക് പകരം ഞാൻ ഡി എക്സ് ബൈ ഡി ടിയും എ ഓഫ് ടിക്ക് പകരം എന്താണ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എഴുതി. സോ ഞാൻ ഈ ഇക്വേഷൻ എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് എടുക്കുകയാണ്. അതാണ് ഞാൻ ഇവിടെ എം എ, ഇവിടെ പ്ലസ് വന്നത്, ഇതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ പ്ലസ് ബി വി ഓഫ് ടി, അതിന് പകരം ബി ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ്, ദാറ്റ് ഈസ് പ്ലസ് കെ എക്സ് ഓഫ് ടി അല്ലെങ്കിൽ കെ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് 0 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. സോ ഇതെന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പി ജിക്കൊക്കെ പഠിച്ചിട്ടുള്ള സാധനമാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഈ ഡിഫറൻഷ്യൽ സമവാക്യം ലഭിക്കുന്നു നമുക്ക്. ഈ സമവാക്യം 14.32 നിർദ്ധാരണം ചെയ്യുമ്പോൾ ലഭിക്കുന്ന മൂല്യം, അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രവേഗത്തിന് അനുമാതികമായ ഒരു അവമന്ദിത ബലത്തിന്റെ സ്വാധീനത്തിലുള്ള കട്ടയുടെ ചലനത്തെ വിവരിക്കുന്നു. സോ ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ മോഷൻ ഓഫ് എ ബ്ലോക്ക് ദാറ്റ് ഇസ് അണ്ടർ എന്താണ് ഈ ഒരു ഡാമ്പിംഗ് ഫോഴ്സിൽ അല്ലെങ്കിൽ ഒരു ഡാമ്പിംഗ് ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിലുള്ള ഒരു ബ്ലോക്കിന്റെ മോഷനെയാണെന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ സൂചിപ്പിക്കുന്നു. ഒന്നുകൂടെ പറയാം, ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ഡിസ്ക്രൈബ്സ് ദ മോഷൻ ഓഫ് ദ ബ്ലോക്ക് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ ഡാമ്പിംഗ് ഫോഴ്സ്. അതെന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും, ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. ഓക്കെ, അത് പ്രവേഗത്തിന് ആനുപാതികമായിരിക്കും എന്നാണ് പറയുന്നത്. ഒന്നുമില്ല, ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്തിനെ സൂചിപ്പിക്കുന്നു, ഈ ബ്ലോക്കിന്റെ മോഷനെ വിവരിക്കുന്നു. അപ്പൊ ബ്ലോക്കിന്റെ മോഷനെ വിവരിക്കുന്നു, ആ സൊല്യൂഷൻ ആണ് നമ്മൾ കാണുന്നത്. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി ടി ബൈ 2m. ഒന്നുകൂടെ എഴുതരാം. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു x of t is equal to a into e raised to minus bt by 2m into cos of or omega dash of t plus 5. ഓക്കെ, ഒമേഗ ഡാഷ് കൊടുത്തത് ഡാംഡ് ഓസിലേറ്ററിന്റെ ആംഗുലാർ ഫ്രീക്വൻസി ആണെന്ന് കാണിക്കാനാണ് ഒമേഗ ഡാഷ് കൊടുത്തത്. ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, ടി ടൈം, എം മാസ്, പിന്നെന്താ എ എന്താ ആംപ്ലിറ്റ്യൂഡ് അല്ലേ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എ അവമന്ദിത ദോലകത്തിന്റെ ആയതിയായിരിക്കും, അതായത് നമ്മൾ ഈ ചെയ്ത ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എനിക്കൊന്ന് നമ്മൾ +2 മാത്സിൽ പഠിക്കുന്നുണ്ട്, പിന്നെ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് പഠിക്കുന്നുണ്ട് മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റിൽ നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് കിട്ടിയത്. സോ ഇവിടെ എ അവമന്ദിത ദോലകത്തിന്റെ ആയതിയും ഒമേഗ ഡാഷ് കോണീയ ആവൃത്തിയുമാണ്. സോ കോണീയ ആവൃത്തിയുടെ സമവാക്യം എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ ഡാഷ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം മൈനസ് ബി സ്ക്വയർ ബൈ 4m². സോ കോണീയ ആവൃത്തി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്ക് എന്താണ് ഇങ്ങനെ കിട്ടുന്നു. അതുപോലെ സമവാക്യം 14.33 കൊസൈൻ ഫലനത്തിന്റെ ആവർത്തന കാലം 2π/ഒമേഗ ഡാഷ് ആണെങ്കിലും എക്സ് ഓഫ് ടി പരിപൂർണമായും ക്രമാവർത്തിതമല്ല. സോ ഇ റേസ് ടു മൈനസ് ബി ടി ബൈ 2m എന്ന ഘടകം സമയത്തിനനുസരിച്ച് തുടർച്ചയായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നിരുന്നാലും ഒരു ആവർത്തന കാലം ടിയിൽ
ഈ വ്യതിയാനം വളരെ ചെറുതാണെങ്കിൽ സമവാക്യം 14.33 പ്രതിനിധാനം ചെയ്യുന്ന ചലനം ഏകദേശം ക്രമാവർത്തിതമാണ്. അതായത് എന്താണ്, ചലനം ഏകദേശം എന്താണ്, പീരിയോഡിക് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഇതിനകത്ത് കൊസൈൻ ഫംഗ്ഷന്റെ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, 2π/ω വരും. 2π/ω' ആണ് ഒരു കൊസൈൻ ഫംഗ്ഷന്റെ പീരീഡ് എന്ന് പറയുന്നത്. പക്ഷേ x(t) എന്ന് പറയുന്നത് എന്താണ്, അതായത് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി പീരിയോഡിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അല്ലെ. മൊത്തത്തിൽ അത് പീരിയോഡിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അതിനകത്ത് എന്താണ്, ഒരു ടേം ഉണ്ട്, ഈ e⁻⁻ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അപ്പൊ ഇതെന്താണ്, സമയം അനുസരിച്ച് ഇതിന്റെ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഈ x(t) പീരിയോഡിക് ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതേ സമയത്ത് ഇതിന്റെ അതിപ്പോൾ എങ്ങനെ പറയാ, ഇപ്പൊ ഇഫ് ദ ഡിക്രീസ് സ്മോൾ ഇൻ വൺ ടൈം പീരീഡ്, അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് ടിയിൽ ഈ വ്യതിയാനം വളരെ ചെറുതാണെങ്കിൽ, അതായത് e⁻⁻ന്റെ വാല്യൂ ഒരു ടൈം പീരീഡ് ടിയിൽ വളരെ ചെറുതായിട്ട് മാത്രമേ കുറയുന്നുള്ളൂ എങ്കിൽ, അല്ലെ, വ്യതിയാനം വളരെ ചെറുതാണെങ്കിൽ, അതിനുണ്ടാകുന്ന വ്യത്യാസം വളരെ ചെറുതാണെങ്കിൽ എന്താണ്, അപ്രോക്സിമേറ്റ്ലി ഇത് പീരിയോഡിക് ആയിട്ട് തന്നെ തുടരും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ ഒരു കട്ടയുടെ മോഷനെയാണ് നമ്മൾ എന്താണ് സോൾവ് ചെയ്തെടുത്തത്. അപ്പോൾ കട്ടയുടെ മോഷൻ ഈ ഒരു ഇക്വേഷൻ ആണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഇക്വേഷൻ മൊത്തത്തിൽ നമുക്ക് എന്താണ്, ഇതിനകത്ത് ഫുള്ളി പീരിയോഡിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഇതിനകത്ത് ഈ ഒരു ടേം ഉണ്ട്. ആ ടേം എന്ന് വെച്ചാൽ സമയം അനുസരിച്ച് ആ ടേമിന്റെ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. പക്ഷെ അത് കുറയുന്നത് ഇതിന്റെ കുറവ് വളരെ കുറവാണ്, അല്ലെങ്കിൽ അതിന്റെ വ്യതിയാനം വളരെ കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു മോഷനാണ് കട്ടയ്ക്ക് ഉണ്ടാവുന്നത് നമുക്ക് പറയാം. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ നോക്കി വെക്കുക. അതുപോലെ തന്നെ ഇതിന്റെ കോണീയ ആവൃത്തിയുടെ ഇത് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ചിത്രം 14.20 കാണിച്ചിരിക്കുന്നത് പോലെ സമവാക്യം 14.33 ഗ്രാഫ് ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്യാവുന്നതാണ്. ആയത് a(e⁻⁻vt/2m) ഉള്ളതും സമയത്തിനനുസരിച്ച് സാവധാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഒരു കൊസൈൻ ഫലനമായി നമുക്ക് കണക്കാക്കാം അല്ലെ. അപ്പോൾ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് a മാത്രമല്ല, a(e⁻⁻vt/2m) എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു കൊസൈൻ ഫംഗ്ഷൻ വേവിനെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സമയം കൂടുന്നത് ഓൾമോസ്റ്റ് പീരിയോഡിക് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സമയം കൂടുന്നതനുസരിച്ച് എന്താണ്, സമയം ഇങ്ങനെ പോകുന്നതനുസരിച്ച് ഇത് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരികയാണ്. സോ അതാണ് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് അവമന്ദിത ബലം അനുഭവപ്പെടാത്ത ഒരു ദോലകത്തിന്റെ യാന്ത്രികോർജ്ജം, മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, ½kA², അല്ലെ, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ എന്ന സമവാക്യം നൽകുന്നു. ദോലകം അവമന്ദിതമാണെങ്കിൽ ആയത് എന്താണ്, സ്ഥിരമായിരിക്കുകയില്ല അല്ലെ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് അല്ല. ഇഫ് ദ നമ്മുടെ ഓസിലേഷൻ എന്ന് പറയുന്നത് ഡാംഡ് ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, കോൺസ്റ്റന്റ് അല്ല. ആംപ്ലിറ്റ്യൂഡ് എന്താണ്, കുറഞ്ഞുകൊണ്ടേ വരും അല്ലെ. സോ അത് സമയത്തെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. സോ ചെറുതാണെങ്കിൽ അവമന്ദനം ആയത് എക്ക് പകരമായി a(e⁻⁻vt/2m) കൊടുത്താൽ നമുക്ക് അവമന്ദിത ദോലനത്തിലെ E(t) കണ്ടുപിടിക്കാം. E(t) എന്താണ്, എനർജി അല്ലെ, യാന്ത്രികോർജ്ജം, മെക്കാനിക്കൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. സോ ആ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മളെ ½ kA² പകരം എന്താണ്, എക്ക് പകരം a(e⁻⁻vt/2m) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അതാണ് E(t), യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത് ½ kA² e⁻⁻vt/2m അല്ലേ. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുക്കണമല്ലോ. അപ്പൊ ഇത് × 2 ചെയ്യുമ്പോൾ ഈ 2 ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് ഇവിടെ vt/m എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ½ kA² e⁻⁻vt/m എന്ന് മാത്രമേ ഉള്ളൂ. സോ സമവാക്യം 14.35 വ്യൂഹത്തിന്റെ ആകെ ഊർജം സമയത്തിനനുസരിച്ച് എക്സ്പൊണൻഷ്യലായി കുറയുന്നു എന്ന് കാണിക്കുന്നു. ഓക്കെ, ഇത് എക്സ്പൊണൻഷ്യൽ ആണ്. എക്സ്പൊണൻഷ്യലി എന്താണ്, ഡിക്രീസ് ചെയ്യുകയാണ് എനർജി എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എനർജി എന്ത് ചെയ്യുന്നു, സമയം പോകുന്നതനുസരിച്ച് മെക്കാനിക്കൽ എനർജി എന്താണ്, കുറഞ്ഞു വരികയാണ് ഒരു ഡാമ്പിംഗ് സിസ്റ്റത്തിന്. അതാണ് ഇവിടെ കാണിക്കുന്നത്. സോ ചെറിയ അവമന്ദിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് v/√km ഒന്നിനേക്കാൾ വളരെ കുറവാണെന്നാണ്. ഓക്കെ, ചെറിയ അവമന്ദിതം, സ്മോൾ ഡാമ്പിങ്ങിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ v/√km എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ 1 എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണ് ഡാംഡ് ഓസിലേറ്റർ അല്ലെ, എന്താണ് ഡാമ്പിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഡാംഡ് ഓസിലേറ്ററിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം അതിന്റെ കോണീയ ആവൃത്തി കണ്ടുപിടിച്ചു.
ദെൻ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ലാസ്റ്റ് അതിൻ്റെ എനർജിയും പറഞ്ഞു. പിന്നെ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിച്ചത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡാമ്പിങ്ങിൽ കണ്ടത്. ഇനി അടുത്ത നമുക്ക് കാണാനായിട്ടുള്ളത് പ്രണോദിത ദോലനവും അനുനാദവും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ഫോഴ്സ്ഡ് ഓസിലേഷൻ ആൻഡ് റെസൊണൻസ്. ഒരു വ്യൂഹം സരള പെൻഡുലം അല്ലെങ്കിൽ ഒരു സ്പ്രിങ്ങിനോട് ബന്ധിപ്പിച്ചിരിക്കുന്ന ബ്ലോക്ക് അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിന്നും അല്പം നീക്കിയതിനു ശേഷം സ്വതന്ത്രമാക്കുമ്പോൾ അത് അതിൻ്റെ സ്വാഭാവിക വൃത്തിയിൽ സ്വാഭാവിക ആവൃത്തിയിൽ ദോലനം ചെയ്യുന്നു. അതായത് എന്താണ്, നമ്മൾ സിംപ്ലി ഒരു സിമ്പിൾ പെൻഡുലം അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് ആൻഡ് ബ്ലോക്ക് സിസ്റ്റത്തിനെ ജസ്റ്റ് ഒന്ന് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ വിടുവാണെങ്കിൽ, ഫ്രീ ആക്കി വിടുവാണെങ്കിൽ എന്താണ്, അത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യുന്നു, അത് ഓസിലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതെന്താണ്, ഫ്രീലി ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്നു. സോ ഇതിനെയാണ്, ഈ ദോലനങ്ങൾ എന്താണ്, സ്വതന്ത്ര ദോലനങ്ങൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഫ്രീ ഓസിലേഷൻസ് എന്നാണ് പറയുന്നത്. സോ എപ്പോഴുമുള്ള മന്ദീകരണ ബലങ്ങൾ മൂലം എല്ലാ സ്വാഭാവിക ദോലനങ്ങളും കുറച്ചു സമയത്തിന് ശേഷം നിലയ്ക്കുന്നു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പക്ഷേ ഒരു ബാഹ്യ ഏജൻസിക്ക് ഈ ദോലനങ്ങളെ നിലനിർത്താൻ കഴിയും. അതെന്താണ്, ഒരു എക്സ്റ്റേണൽ ഏജന്റിനെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഓസിലേഷൻസ് ഒരിക്കലും എന്താണ് നിർത്താതെ അല്ലെങ്കിൽ നിലനിർത്താനായിട്ട് നമുക്ക് കഴിയും. അത്തരം ദോലനങ്ങളെ പ്രണോദിത ദോലനങ്ങൾ അല്ലെങ്കിൽ പ്രേരിത ദോലനങ്ങൾ എന്ന് വിളിക്കുന്നു. സോ ഈ ഓസിലേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എന്താണ്, ഫോഴ്സ്ഡ് ഓസിലേഷൻസ് അല്ലെങ്കിൽ ഡ്രിവൺ ഓസിലേഷൻസ് എന്ന് വിളിക്കുന്നു. പ്രണോദിത ദോലനങ്ങൾ അല്ലെങ്കിൽ പ്രേരിത ദോലനങ്ങൾ, എക്സ്റ്റേണൽ ഏജൻസി ഉപയോഗിച്ച് നമ്മൾ അവരുടെ ദോലനങ്ങളെ നിലനിർത്തുന്നു. അതാണ് ഫോഴ്സ്ഡ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. സോ ബാഹ്യബലം ക്രമാവർത്തിതമാകുന്ന ഒരു സാഹചര്യം പരിഗണിക്കാം. ഇതിന്റെ ആവൃത്തി ഒമേഗ ഡിയെ പ്രേരിത അല്ലെങ്കിൽ ഡ്രൈവൺ ആവൃത്തി എന്ന് വിളിക്കുന്നു. പ്രണോദിത ക്രമാവർത്തിത ദോലനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വസ്തുത വ്യൂഹം അതിന്റെ സ്വാഭാവിക ആകണമെന്നില്ല ദോലനം ചെയ്യുന്നത് എന്നതാണ്. സോ ബാഹ്യ ഏജൻസിയുടെ ആവൃത്തി ഒമേഗ ഡിയിലാണ്. മന്ദീകരണം മൂലം സ്വാഭാവിക ദോലനങ്ങൾ നശിച്ചു പോകുന്നതിലാണ് ഇത്. പ്രണോദിത ദോലനങ്ങളുടെ ഒരു പരിചിതമായ ഉദാഹരണമായി ഊഞ്ഞാലാടുന്ന ഒരു കുട്ടിയെ പരിഗണിക്കാം. തന്റെ ആട്ടം നിലനിർത്തുന്നതിനായി കുട്ടി പാദങ്ങളെ ക്രമാവർത്തിതമായി നിലത്ത് ഊന്നി ബലം കൊടുക്കുന്നത് കാണാം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ക്രമാവർത്തിതമായി കുട്ടിക്ക് ഒരു തള്ളു കൊടുക്കണം. സോ ഇത് ദോലനങ്ങളെ നിലനിർത്താൻ ആവശ്യമാണ്. അപ്പോൾ ഈ പ്രണോദിത ദോലനങ്ങളുടെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഒരു കുട്ടി എന്താണ്, ഊഞ്ഞാലാടുമ്പോൾ സ്വന്തമായിട്ട് കാല് തറയിൽ ഊന്നുന്നു, അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ പുറകിൽ നിന്ന് ഒരാൾ എന്താണ് തള്ളി തള്ളി വിടുന്നു. സോ ഇതൊക്കെ എന്താണ്, ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ആണ്. കാരണം ആ ഓസിലേഷൻ ഡാംപ് ചെയ്യാതെ അല്ലെങ്കിൽ ഡാംഡായി പോകാതെ എന്താണ്, ഒരാൾ അതിനെ എന്താണ്, ഒരു എക്സ്റ്റേണൽ ഏജൻസി അതിനെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. സോ നമുക്ക് നോക്കാം. സമയത്തിനനുസരിച്ച് ക്രമാവർത്തിതമായി വ്യത്യാസപ്പെടുന്നതും എഫ് ഒ ആയതിയുള്ളതും ഒരു ബാഹ്യബലം, എഫ് ഒ അല്ലെങ്കിൽ എഫ് നോട്ട് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി ഉള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ എഫ് ഓഫ് ടി ഒരു അവമന്ദന ദോലനത്തിന്റെ പ്രയോഗിക്കപ്പെടുന്നതായി പരിഗണിക്കുക. ഇങ്ങനെയുള്ളൊരു ബലത്തെ എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് നോട്ട് കോസ് ഒമേഗ ഡി ഓഫ് ടി എന്ന് നമ്മൾ അതിന്റെ ഫോഴ്സിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് ഓഫ് ടി ആണ്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് എഫ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫോഴ്സ് എഫ് ഓഫ് ടി വിത്ത് ആംപ്ലിറ്റ്യൂഡ് എഫ് നോട്ട് ഇസ് ആക്ടിങ് ഓൺ എ എന്താണ്, ഒരു ഡാംഡ് ഓസിലേറ്റർ, ആൻഡ് അതിന്റെ ഫോഴ്സിനെ നമുക്ക് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് നോട്ട് കോസ് ഒമേഗ ഡി ടി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. സോ രേഖീയ പുനഃസ്ഥാപന ബലം, അവമന്ദന ബലം സമവാക്യം 14.36 പ്രതിനിധാനം ചെയ്യുന്ന സമാശ്രിത പ്രചോദിത ബലം എന്നിവയെല്ലാം ഒരുമിച്ച് ഉണ്ടാകുന്ന സംയോജിത ബലത്തെ അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, എം എ ഓഫ് ടി. നമ്മൾ നേരത്തെ എഴുതിയതാണ്, എന്താണ്, മൈനസ് കെ എക്സ് മൈനസ് ബി വി, അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ എന്താണ്, ഈ ഒരു ഡാമ്പിങ് ഫോഴ്സും കൂടെ എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പ്ലസ് എഫ് നോട്ട് കോസ് ഒമേഗ ഡി ഇൻറ്റു ടി എന്ന് പറയുന്ന ഒരു ടേമും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ സിസ്റ്റം എന്ന് പറയുന്നത് മൈനസ് കെ എക്സ് മറ്റേ ആ റീസ്റ്റോറിംഗ് ഫോഴ്സ്, മൈനസ് ബി വി എന്ന് പറയുന്ന ഡാമ്പിംഗ് ഫോഴ്സ്, എഫ് നോട്ട് കോസ് ഒമേഗ ഡി ഇൻറ്റു ടി എന്ന് പറയുന്നത് എന്താണ്, ഇതിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്താണ്, എ ഓഫ് ടിക്ക് പകരം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്നും വി ഓഫ് ടിക്ക് പകരം എന്താണ് ഡി എക്സ് ബൈ ഡി ടി എന്നും നമ്മൾ എന്ത് ചെയ്തു, മാറ്റി.
സ്ഥാപിച്ചു. അങ്ങനെ പുനഃക്രമീകരിച്ചാൽ നമ്മുടെ ഇക്വേഷൻ എന്ത് ഫോമാറ്റിലോട്ട് മാറും? എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു എഫ് നോട്ട് കോസ് ഒമേഗ ഡി ഇൻറ്റു ടി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലോട്ട് നമുക്ക് ആ ഇക്വേഷനെ മാറ്റി എഴുതാം. അപ്പോൾ ഓരോ ടേമും എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. സോ ഇത് കോണീയ ആവൃത്തി ഒമേഗ ഡി ഉള്ള ഒരു ക്രമാവർത്തിത ബലനത്തിന് വിധേയമായിരിക്കുന്ന എം മാസുള്ള ഒരു ദോലകത്തിന്റെ ദോലനത്തെ സൂചിപ്പിക്കുന്നു. ഈ ദോലകം ആരംഭത്തിൽ സ്വാഭാവിക ആവൃത്തി ഒമേഗയിൽ ദോലനം ചെയ്യുന്നു. അപ്പം ഇപ്പൊ എന്താണ് അതിന്റെ ആവൃത്തി എന്തായി? ഒമേഗ ഡി ആണ് അതിന്റെ എന്താണ് ഡാംഡ് ഓസിലേഷന്റെ ഫ്രീക്വൻസി. ഒരു ക്രമാവർത്തിത ബലത്തിന് വിധേയമായിരിക്കുന്ന എം മാസുള്ള ഒരു ദോലകത്തിന്റെ ദോലനത്തെ സൂചിപ്പിക്കുന്നു. ഈ ദോലനം ആരംഭത്തിൽ ഉണ്ടാകുന്ന അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ ആയിരുന്നു. സോ ഒരു ക്രമാവർത്തിത ബാഹ്യബലം പ്രയോഗിക്കപ്പെടുമ്പോൾ ഇതിന്റെ സ്വാഭാവിക ആവൃത്തിയിലുള്ള ദോലനം ഇല്ലാതാവുകയും ബാഹ്യബലത്തിന്റെ കോണീയ ആവൃത്തിയിലുള്ള ദോലനം ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി മാറി എക്സ്റ്റേണൽ ഏജന്റിന്റെ ഫ്രീക്വൻസി എന്താണോ ആ ഫ്രീക്വൻസിയിൽ ഇത് ഓസിലേറ്റ് ചെയ്യാനും എന്താണ് തുടങ്ങി അല്ലെ. അപ്പോൾ ഒരു എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് പതുക്കെ നാച്ചുറൽ ഫ്രീക്വൻസി നിന്ന് പോവുകയും അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണ് നിലച്ചു പോവുകയും അതിനോടൊപ്പം തന്നെ ബോഡി എന്താണ് എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സിന്റെ ആംഗുലർ ഫ്രീക്വൻസിക്ക് ഒത്ത് എന്താണ് ഓസിലേറ്റ് ചെയ്യാനുമായിട്ട് തുടങ്ങും. സോ സ്വാഭാവിക ദോലനം ഇല്ലാതായതിനു ശേഷമുള്ള വസ്തുവിന്റെ സ്ഥാനാന്തരത്തെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ഡി ഓഫ് ടി പ്ലസ് 5 അല്ലെ. അപ്പൊ എന്താണ്? ഒബ്ജക്റ്റ് ഓസിലേറ്റ് ചെയ്യാണ്. അതിന്റെ ഓസിലേഷനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ അതായത് സ്ഥാനാന്തരത്തിനെ നമ്മൾ ഒമേഗ ഡി ഓഫ് ടി പ്ലസ് 5 കാരണം അതിന് നാച്ചുറൽ ഫ്രീക്വൻസി പോയി. ഇപ്പൊ എന്താണ്? ആ എക്സ്റ്റേണൽ ഏജന്റിന്റെ ഫ്രീക്വൻസി മാത്രമേ ഉള്ളൂ അതിന്. സോ ആ ഒരു ഫ്രീക്വൻസി വെച്ചിട്ടാണ്. അപ്പൊ സോ ഒമേഗ ഡി എന്ന് പറയുന്നത് ഡാംഡ് അല്ല, നമ്മുടെ ഡ്രൈവൺ ഫ്രീക്വൻസി ഇല്ലേ, നമ്മുടെ പ്രേരിത അല്ലെങ്കിൽ പ്രണോദിത ദോലനം എന്ന് പറഞ്ഞില്ലേ. സോ ആ ഡ്രിവൺ ഫ്രീക്വൻസിയാണ് നമ്മൾ ഒമേഗ ഡി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തത്. ഡാംഡ് അല്ല എന്ന് തിരുത്തിക്കൊള്ളുക. ഓക്കെ, പ്രേരിത ആവൃത്തി. സോ അതാണ് ഒമേഗ ഡി. അപ്പൊ വസ്തുവിന്റെ സ്ഥാനാന്തരം കണ്ടു. ഇനി അടുത്ത എന്താണ്? ഇവിടെ ക്രമാവർത്തിത ബാഹ്യബലം പ്രയോഗിക്കുന്ന നിമിഷം മുതലാണ് സമയം കണക്കാക്കുന്നത്. സോ പ്രണോദിത ആവൃത്തി ഒമേഗ ഡിയുടെയും സ്വാഭാവിക ആവൃത്തി ഒമേഗയുടെയും സംയോജിത ഫലനമായാണ് ആയത്. അതായത് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു? അതായത് എന്താണ്? നമ്മുടെ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. അതെന്താണ്? ഫോഴ്സ്ഡ് ഫ്രീക്വൻസി ആയ ഒമേഗ ഡി അല്ലെങ്കിൽ പ്രണോദിത ആവൃത്തിയായ ഒമേഗ ഡിയുടെയും നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്താണ് സ്വാഭാവിക ആവൃത്തിയായ ഒമേഗയുടെയും എന്താണ് ഒരു മൊത്തത്തിലുള്ള ഒരു ഫലമാണെന്ന് പറയാം. ഒരു സംയോജിത ഫലനമാണ്. അപ്പം അതിന്റെ റിസൾട്ട് ആയിട്ട് ആ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് ഇതിങ്ങനെ തന്നെ പഠിച്ചു നോക്കുക. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ഇസ് ഈക്വൽ ടു എഫ് നോട്ട് ബൈ എം സ്ക്വയർ of omega square minus omega d square the whole square plus omega square omega d square p square the raised to 1 by 2 ഉണ്ട്, √2 ഉണ്ട്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഫേസ് വ്യത്യാസമാണെന്ത്? ഫൈ. അപ്പൊ ടാൻ ഫൈ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? മൈനസ് വി നോട്ട് ഡിവൈഡഡ് ബൈ ഒമേഗ ഡി എക്സ് നോട്ട് എന്ന് പറഞ്ഞിട്ടാണ് ടാൻ ഫൈയെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻസ്. സോ ഇവിടെ എം വസ്തുവിന്റെ മാസും വി നോട്ട് എക്സ് നോട്ട് എന്നിവ ക്രമാവർത്തന ബലം പ്രയോഗിക്കുന്ന ടി ഇസ് ഈക്വൽ ടു 0 സമയത്തുള്ള വസ്തുവിന്റെ പ്രവേഗവും സ്ഥാനാന്തരവുമാണ്. പ്രണോദിത ദോലകത്തിന്റെ ആയതി പ്രണോദിത ബലത്തിന്റെ കോണീയ ആവൃത്തിയെ ആശ്രയിക്കുന്നു എന്നാണ് സമവാക്യം 14.39 കാണിക്കുന്നത്. പ്രണോദിത ആവൃത്തി ഒമേഗ ഡിയും സ്വാഭാവിക ആവൃത്തി ഒമേഗയും വളരെ അടുത്തായിരിക്കുമ്പോൾ ഇവയുടെ വിലകൾ തമ്മിൽ വലിയ അന്തരമുള്ളപ്പോഴും ദോലകത്തിന്റെ സ്വഭാവത്തിന് വളരെ വ്യത്യാസം കാണാൻ സാധിക്കും. നമുക്ക് ഇവ രണ്ടും പരിശോധിക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ ഒമേഗ ഡിയുടെയും ഒമേഗയുടെയും വാല്യൂ മാറുന്നതനുസരിച്ച് നമ്മുടെ ഫ്രീക്വൻസി ഒക്കെ എങ്ങനെയാണ് മാറുന്നതെന്ന് കാണാം. ഡാമ്പിംഗ് ഒക്കെ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്ന് കാണാം. സോ ആദ്യത്തെ കേസ് പറയുന്നതെന്ന് പറഞ്ഞാൽ അവമന്ദനം ചെറുതും പ്രണോദിത ആവൃത്തിയും സ്വാഭാവിക ആവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതും ആയിരിക്കുമ്പോൾ, അതായത് എന്താണ്? സ്മോൾ ഡാമ്പിംഗ് ആണ്. അതുപോലെ ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഫാർ ഫ്രം നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് ആ ഡ്രിവൺ ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതുപോലെ എന്താണ്? ഈ ഡാമ്പിംഗ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡാമ്പിംഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. സോ ഇത്തരം സാഹചര്യങ്ങളിൽ സമവാക്യം 14.39 എയിലെ എം ഒമേഗ സ്ക്വയർ
മൈനസ് ഒമേഗ ഡി സ്ക്വയറിനേക്കാൾ വളരെ ചെറുതായിരിക്കും ഒമേഗ ഡി ഇൻറ്റു ബി എന്ന് പറയുന്ന പദം. അതുകൊണ്ട് നമുക്ക് ഒമേഗ ഡി ഇൻറ്റു ബി എന്ന പദത്തെ എന്താണ് അവഗണിക്കാം. അങ്ങനെയാകുമ്പോൾ സമവാക്യം A is equal to F0 divided by m into omega square minus omega square into d. അപ്പൊ ഒമേഗ ഡി ബി എന്ന് പറയുന്നത് ഇത് വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ലാസ്റ്റ് ഈ 14.39 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്താണ് ആ ഒരു ടേമിനെ ഒഴിവാക്കിയിട്ട് എന്താണ് എം ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫോമിലോട്ട് മാറ്റി. ഇതാണ് നമ്മുടെ ആദ്യത്തെ കേസ്. ഇത് എന്ത് കേസാണ്? ഡാമ്പിങ് വളരെ ചെറുതും ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും തമ്മിലുള്ള അന്തരം വളരെ ചെറുതുമായിരിക്കുമ്പോഴാണ്, അന്തരം വളരെ വലുതുമായിരിക്കുമ്പോഴാണ് എന്നായി ചുരുങ്ങുന്നു. സോ ഒരു വ്യൂഹത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത അവമന്ദന വിലകളിൽ പ്രണോണിത ബലത്തിന്റെ കോണീയ ആവൃത്തിയിലുള്ള സ്ഥാനാന്തര ആയതിയുടെ ആശ്രിതത്വം ചിത്രം 14.21 കാണിച്ചിരിക്കുന്നു. അവമന്ദന ബലത്തിന്റെ വില എന്തായിരുന്നാലും ഒമേഗ ഡി ഇത് ബൈ ആണ്. ഒമേഗ ഡി ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ് 1 ആയിരിക്കുമ്പോൾ പ്രണോണിത കമ്പനത്തിന്റെ ആയതി ഏറ്റവും കൂടുതലാണ് എന്ന് കാണാം. സോ വളരെ ചെറിയ അവമന്ദനങ്ങൾക്ക് അനുനാദത്തിന്റെ ഉച്ചസ്ഥാനം ഉയരം കൂടിയതും കൂർത്തതും ആണെന്നാണ് ചിത്രത്തിലെ വക്രരേഖകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അപ്പോൾ ഒരു വ്യൂഹത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത അവമന്ദന വിലകളിൽ പ്രണോണിത ബലത്തിൽ കോണീയ ആവൃത്തിയിലുള്ള സ്ഥാനാന്തര ആയതിയുടെ ആശ്രിതത്വമാണ് ചിത്രം 14.22 കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട്, പ്രണോണിത ദോലനങ്ങളുടെ ആയതി പ്രണോണിത ബലത്തിന്റെ കോണീയ ആവൃത്തിയുടെ ഫലനത്തിൽ ഒമേഗ ഡി ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു 1ന്റെ അടുത്ത ആയതി പരമാവധിയാണ് അല്ലെ. അപ്പം ഒമേഗ ഡി ബൈ ഒമേഗ എന്ന് പറയുന്നത് 1 ആകുമ്പോഴത്തേക്കും എന്താണ് ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ് മാക്സിമം ആണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ എന്താണെന്ന് വെച്ചാൽ ഈ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് അതായത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് ഡിഫറെന്റ് ഡാമ്പിങ്ങിൽ വ്യത്യാസം വരുന്നതെന്നാണ്. അതായത് ABCDE എന്ന് പറഞ്ഞ് ഇത്രയും കർവുകളാണ് കാണിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വക്രരേഖകൾ. ABCDE എന്നിവ വക്രരേഖകളാണ്. അപ്പോൾ അതിൽ A നോക്കുവാണെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് മാക്സിമം ആയിട്ടുള്ളത്. അതെപ്പോഴാണ് ഒമേഗ ഡി ഇസ് ഈക്വൽ ടു ഒമേഗ ഡി ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു 1ന്റെ അടുത്തായിരിക്കും എന്തെന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് പരമാവധി ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഈ വ്യൂഹത്തിന്റെ വ്യത്യസ്ത വ്യാപ്തിയിലുള്ള അവമന്ദനത്തിന് അനുസൃതമാണ് 5 വക്രരേഖകൾ. വക്രരേഖ എ ഏറ്റവും കുറവ് അവമന്ദനത്തിന് അനുസൃതമാണ് അല്ലെ. അപ്പൊ ഏറ്റവും കുറവ് അവമന്ദനം അല്ലെ ഡാമ്പിങ് ഉണ്ടായത് എ ആണ്. അതുകൊണ്ടാണ് ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ എക്കാണ്. അതുപോലെ BCDE എന്ന് പറയുന്നവർക്ക് എന്താണ് ഡാമ്പിങ് കുറഞ്ഞു വരുന്നതനുസരിച്ച് അവരുടെ എന്താണ് ഡാമ്പിങ് കൂടി വരുന്നതനുസരിച്ച് അവരുടെ ആംപ്ലിറ്റ്യൂഡ് എന്താണ് കുറഞ്ഞു വരും. അതാണ് ഇവിടെ പറയുന്നത്. പ്രണോണിത ആവൃത്തി വ്യത്യാസപ്പെടുത്തി സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമാക്കിയാൽ ആയതി അനന്തതയോട് അടുക്കുന്നു. അനന്തത എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. അനന്തത എന്താണ്? ഇൻഫിനിറ്റി ആണ് നമ്മൾ പറഞ്ഞു. അതായത് പ്രണോണിത ആവൃത്തി വ്യത്യാസപ്പെടുത്തി സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമാക്കിയാൽ, അതായത് ഡ്രൈവിംഗ് ഫ്രീക്വൻസി അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും കൂടെ ഈക്വൽ ആക്കിയാൽ എന്താണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഇൻഫിനിറ്റി ആയി മാറും. അതെന്താണ് ഒരിക്കലും നമുക്ക് പോസിബിൾ ആകാത്ത കാര്യമാണ് അല്ലെ, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത് അവമന്ദനം എന്താണ് 0 ആകുമ്പോഴുള്ള തികച്ചും സാങ്കല്പികമായ പ്രസ്താവനയാണ്. അപ്പം ഡാമ്പിംഗ് 0 ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആകും. അതുപോലെ തന്നെ അവരുടെ ആംപ്ലിറ്റ്യൂഡ് എന്താണ് മാക്സിമം ആകും. പക്ഷെ ഇതെന്താണ് ഒരു ഐഡിയൽ കേസ് ആണ്, അല്ലെങ്കിൽ ഇതെന്താണ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇതൊരു ഐഡിയൽ സീറോ ഡാമ്പിംഗ് കേസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇത് പ്രായോഗിക വ്യൂഹത്തിൽ ഒരിക്കലും ഉണ്ടാകുന്നില്ല. സോ കാരണം അവമന്ദനം ഒരിക്കലും 0 ആവുകയില്ല, ഡാമ്പിംഗ് ഒരിക്കലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല. ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ഊഞ്ഞാലിന്റെ ആവർത്തന കാലവും അതിൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിന്റെ ആവർത്തന കാലവും തുല്യമാകുമ്പോൾ ഊഞ്ഞാലിന്റെ ആയതി പരമാവധിയാകുന്നത് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിന്റെ ആയതി ഒരിക്കലും അനന്തത എന്ന വലിയ വില കൈവരിക്കുന്നില്ല. ഊഞ്ഞാൽ വ്യൂഹത്തിൽ എല്ലായ്പ്പോഴും ഒരു അവമന്ദന ബലം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ ഊഞ്ഞാലിൽ എപ്പോഴും ഒരു ഡാമ്പിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്ത്
ഇൻഫിനിറ്റിയിലോട്ടൊന്നും പോകാത്തത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് അവമന്ദനങ്ങൾക്ക് അനുനാദത്തിന്റെ ഉച്ചസ്ഥാനം ഉയരം കൂടിയതും കൂർത്തതുമാണെന്ന് ചിത്രത്തിൽ വക്രരേഖകൾ സൂചിപ്പിക്കുന്നു. അപ്പൊ അനുനാദം എന്ന് പറയുന്നത് എന്താണ്? റെസണൻസ് ആണ്. ഓക്കെ, റെസണൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒന്നുകൂടെ പറയും, അതായത് നമ്മുടെ ഈ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസി എന്താണ്, ഓൾമോസ്റ്റ് ഈക്വൽ ആകുമ്പോഴത്തേക്കും നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നു. ബി പാർട്ടിലോട്ട് നമുക്ക് പോകാം ഇതിന്റെ. സോ ബിയിൽ പറയുന്നത് സ്വാഭാവിക ആവൃത്തിയോട് പ്രണോദിത ആവൃത്തി അടുത്തിരിക്കുമ്പോൾ, അതായത് ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഈസ് ക്ലോസ് ടു നാച്ചുറൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസിയും ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവായിരിക്കുന്ന അവസ്ഥ. സോ ഈ സാഹചര്യത്തിൽ എന്താണ്, ഒമേഗ ഡിയുടെ മൂല്യം ഒമേഗയുടെ മൂല്യത്തിന് അടുത്തായിരിക്കും. അതായത് ഒമേഗ ഡിയും അതായത് ഒമേഗയും ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അതിനാൽ എന്താണ്, എം ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയറിന്റെ വില ഒമേഗ ഡി ബിയുടേതിനേക്കാൾ വളരെ ചെറുതായിരിക്കും. സോ ഇതിന്റെ വില എന്താണ്, ഈ ഒമേഗ ഡി ബിയെക്കാട്ടിലും വളരെ ചെറുതായിരിക്കും. സോ ആ ഒരു ടേമിനെ എന്തുകൊണ്ട് നമുക്ക് എന്താ നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇക്വേഷൻ, അതായത് നമ്മുടെ 14.39 എന്ന് പറയുന്ന ഇക്വേഷൻ, അതായത് അതൊന്ന് ജസ്റ്റ് ഓടിച്ചു കാണാം. നമ്മുടെ 14.39 എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ നമ്മൾ എന്താണ്, ഈ ഒരു ടേമിനെ എന്താണ് നെഗ്ലക്ട് ചെയ്ത് എഴുതുന്നു. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, എ ഇസ് ഈക്വൽ ടു എഫ് നോട്ട് ബൈ ഒമേഗ ഡി ഇൻറ്റു ബി എന്ന് പറഞ്ഞു കിട്ടി നമുക്ക് ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ. ഓക്കെ, സോ എന്നെഴുതാം. ഒരു നിശ്ചിത പ്രണോദിത ആവൃത്തിയിലുള്ള പരമാവധി ആയതിയെ നിയന്ത്രിക്കുന്നത് പ്രണോദിത ആവൃത്തിയും അവമന്ദനവുമാണെന്ന് ഈ സമവാക്യത്തിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് ആയതി ഒരിക്കലും അനന്തമാകുകയില്ല, അല്ലെ? ആംപ്ലിറ്റ്യൂഡ് ഒരിക്കലും എന്താണ്, ഇൻഫിനിറ്റിയിലോട്ട് എത്തത്തില്ല. ഒരു ദോലനത്തിന്റെ സ്വാഭാവിക ആവൃത്തിയോട് പ്രണോദിത ആവൃത്തി അടുത്തു വരുമ്പോൾ ദോലനത്തിന്റെ ആയതി വർദ്ധിക്കുന്ന പ്രതിഭാസത്തെ അനുനാദം എന്ന് വിളിക്കുന്നു. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞു, റെസൊണൻസ് നമ്മൾ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഒരു ദോലകത്തിന്റെ സ്വാഭാവിക ആവൃത്തിയോട് പ്രണോദിത ആവൃത്തി അടുത്തു വരുമ്പോൾ അതിന്റെ ആയതി എന്താണ്, വർദ്ധിക്കുന്നു. നാച്ചുറൽ ഫ്രീക്വൻസിയും ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും ഓൾമോസ്റ്റ് അടുത്തടുത്ത് വരിക, അല്ലെങ്കിൽ ക്ലോസ് ടു ആകുന്ന സമയത്ത്, ഈക്വൽ ആകുന്ന സമയത്ത് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ആകുന്നു, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ഇൻക്രീസ് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. സോ ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെസൊണൻസ് അല്ലെങ്കിൽ അനുനാദം എന്ന് വിളിക്കുന്നത്. ഈ ഒരു ടേം ഓർത്തു വെച്ചോണം, അനുനാദം റെസൊണൻസ് ആണ്. ഓക്കെ, സോ അനുനാദം ഉൾപ്പെടുന്ന പ്രതിഭാസങ്ങൾ നിത്യജീവിതത്തിൽ നമുക്ക് സുപരിചിതങ്ങളാണ്. ഊഞ്ഞാലുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അനുഭവം അനുനാദത്തിന് നല്ലൊരു ഉദാഹരണമാണ്. ഊഞ്ഞാലാട്ടത്തിൽ അനുരണ അനുരണനത്തിന്റെ പ്രഭാവം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. കൂടുതൽ ഉയരത്തിൽ ആടാനുള്ള കഴിവ് ഊഞ്ഞാലിന്റെ സ്വാഭാവിക ആവൃത്തിയും തറയ്ക്കെതിരായി പ്രയോഗിക്കുന്ന ബലത്തിന്റെ താളവും തമ്മിലുള്ള സമയക്രമീകരണത്തെ ആശ്രയിച്ചിരിക്കുന്നെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സോ ഈ ആശയം കൂടുതൽ വ്യക്തമാക്കുന്നതിന് വേണ്ടി വിവിധ നീളങ്ങളിലുള്ള 5 സരള പെൻഡുലങ്ങൾ പരിഗണിക്കുക. അപ്പൊ ഈ റെസൊണൻസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ഈ ഊഞ്ഞാലിന്റെ കഥയൊക്കെ പറഞ്ഞു, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലെ. അപ്പൊ ഊഞ്ഞാലിന്റെ നമ്മുടെ ആ ഒരു നമ്മൾ കാലൂന്നി അതിനെ ഉന്തുന്നതും, അതുപോലെ തന്നെ അതായത് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ആ ഉന്തലും നമ്മുടെ ഊഞ്ഞാലിന്റെ നാച്ചുറലി ഉള്ള ആ ഒരു ഫ്രീക്വൻസിയും അല്ലെങ്കിൽ ആ ഒരു റിതം രണ്ടും എന്താണ്, ഓൾമോസ്റ്റ് ഈക്വൽ ആകുമ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ ഊഞ്ഞാൽ മാക്സിമം ഹൈറ്റിലോട്ട് എത്തുന്നു. ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതാണ് നമ്മുടെ ഊഞ്ഞാൽ ഒരു നല്ലൊരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ അപ്പൊ ഇതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെൻഡുലം കൺസിഡർ ചെയ്യുക. അതായത് 5 പെൻഡുലങ്ങൾ, സിമ്പിൾ പെൻഡുലങ്ങൾ കൺസിഡർ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇവ ചിത്രം 14.22 കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പൊതുചരടിൽ നിന്നും ക്രമീകരിച്ചിരിക്കുന്നു. അപ്പൊ നോക്കാം, എന്താണ് കണ്ടോ, ഒറ്റ സ്ട്രിങ്ങിൽ 5 പെൻഡുലങ്ങളാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണെന്ന് ചെയ്യാൻ പോകുന്നത് നോക്കാം. പെൻഡുലം 1നും 4നും ഒരേ നീളവും മറ്റുള്ളവയ്ക്ക് വ്യത്യസ്ത നീളവുമാണ്. ഒന്നാമത്തെ, അപ്പൊ എന്താണ്, 1നും 4നും സെയിം ലെങ്ത് ആണ്, ബാക്കിയുള്ളവരുടെ ലെങ്ത് എന്താണ്, ഡിഫറെന്റ് ആണ്. അപ്പം ഒന്നാമത്തെ പെൻഡുലത്തെ ചെറിയ ആയതിയിൽ ആട്ടുക. ഈ പെൻഡുലത്തിന്റെ ഊർജം മറ്റുള്ള പെൻഡുലങ്ങളിലേക്ക് പൊതുചരടിലൂടെ വ്യാപിക്കുകയും അവ ദോലനം ആരംഭിക്കുകയും ചെയ്യുന്നു. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ജസ്റ്റ് ആ കോമൺ ആയിട്ടുള്ള സ്ട്രിങ് ഉള്ളത് കൊണ്ട് നമ്മൾ പെൻഡുലം 1നെ ജസ്റ്റ് ഒന്ന് എന്താണ്, ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എനർജി എന്താണ്, മറ്റുള്ളവർക്കും കൂടെ കിട്ടുന്നു. അങ്ങനെ അവരും എന്ത് ചെയ്യുന്നു, പതുക്കെ ഓസിലേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു.
ഇവിടെ പ്രണോണിത ബലം ലഭിക്കുന്നത് ചരടിലൂടെയാണ്. ഈ പ്രണോണിത ബലത്തിന്റെ ആവൃത്തി ഒന്നാമത്തെ പെൻഡുലത്തിന്റെ ആവൃത്തി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഓസിലേറ്റ് ചെയ്യിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ഫ്രീക്വൻസി എന്താണ്, രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷെ 2, 3, 5 എന്നീ പെൻഡുലങ്ങളെ നിരീക്ഷിച്ചാൽ അവ വ്യത്യസ്ത ആയതിയിലും അവയുടെ സ്വാഭാവിക ആവൃത്തിയിലും ദോലനം ആരംഭിക്കുന്നതായി കാണാം. എന്നാൽ ഈ ദോലനങ്ങൾ സാവധാനം അവമന്ദനത്തിനു വിധേയമാകുന്നു. അവയുടെ ആവൃത്തികൾ സാവധാനം വ്യത്യാസപ്പെടുകയും അവസാനം ഒന്നാമത്തെ പെൻഡുലത്തിന്റെ ആവൃത്തി കൈവരിക്കുകയും ചെയ്യുന്നു. അവ ആവൃത്തി പ്രണോണിത ബലത്തിന്റെ ആവൃത്തിയാണെങ്കിലും ആയതി വ്യത്യസ്തമായിരിക്കും. ഓക്കെ അല്ലേ? ഇവയുടെ ആയതികൾ ചെറുതായിരിക്കും. എന്നാൽ നാലാമത്തെ പെൻഡുലത്തിന്റെ പ്രതികരണം മറ്റുള്ളവയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇതിന്റെ ആവൃത്തി ഒന്നാമത്തേതിന്റെ ആവൃത്തിക്ക് തുല്യമാണ്. അപ്പൊ എന്താണ്, 1നും 4നും ആയിരുന്നു തുല്യ നീളം ഉള്ളത്. അപ്പൊ ഒന്നിന്റെ ആവൃത്തി ഫ്രീക്വൻസി തന്നെയാണ് ഇപ്പൊ നാലാമത്തേന്റെയും ഫ്രീക്വൻസി ആയത്. പക്ഷെ 2, 3, 5നൊക്കെ എന്താണ്, വ്യത്യാസമാണ്. എന്നാൽ ആയതി സാവധാനം വർദ്ധിച്ച് വളരെ വലുതാകുന്നു. ആയതി അനുനാദത്തിലേതുപോലെയുള്ള ഒരു പ്രതികരണം ഈ പെൻഡുലം പ്രകടിപ്പിക്കുന്നു. ഇതിന് കാരണം ഈ പെൻഡുലത്തിന്റെ കാര്യത്തിൽ അനുനാദത്തിന് ആവശ്യമായ സാഹചര്യം സംജാതമായതാണ്. അതായത് ഇതിന്റെ സ്വാഭാവിക ആവൃത്തി പ്രണോണിത ബലത്തിന്റെ ആവൃത്തിയുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഒരു ഏക സ്വാഭാവിക ആവൃത്തിയിൽ ദോലനം ചെയ്യുന്ന വ്യൂഹങ്ങളെയാണ് നാം ഇതുവരെ പരിഗണിച്ചത്. എന്നാൽ എല്ലാ വ്യൂഹങ്ങൾക്കും ഒന്നോ അതിലധികമോ സ്വാഭാവിക ആവൃത്തികൾ ഉണ്ട്. വലിച്ചു കെട്ടിയിരിക്കുന്ന ചരടും വായുവും ഒക്കെ ഇത്തരം സംവിധാനങ്ങളുടെ ഉദാഹരണങ്ങളാണ്. കെട്ടിടങ്ങൾ, പാലങ്ങൾ, വിമാനങ്ങൾ ഇവയ്ക്കൊക്കെ ഒന്നിലധികം സ്വാഭാവിക കമ്പന ആവൃത്തികളുണ്ട്. ഒരു ബാഹ്യ ക്രമാവർത്തന ബലം ഇത്തരം സംവിധാനങ്ങളിൽ പ്രണോണിത കമ്പനങ്ങൾ ഉണ്ടാകും. ഏതെങ്കിലും സാഹചര്യത്തിൽ ബാഹ്യബലത്തിന്റെ ആവൃത്തി ω_d ഇത്തരം സംവിധാനങ്ങളുടെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമായാൽ അപ്പോഴുണ്ടാകുന്ന പ്രണോണിത കമ്പനങ്ങളുടെ ആയതി വളരെ കൂടുതലായിരിക്കും. അത് കെട്ടിടങ്ങളുടെയും പാലങ്ങളുടെയും തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്താണ് പാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സൈനികർ മാർച്ച് ചെയ്തു പോകാത്തത്. അതുപോലെ ഇത് നമ്മുടെ +1 +2ന്റെ എപ്പോഴുള്ള സ്ഥിരമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, എന്തുകൊണ്ടാണ് സൈനികർ പാലങ്ങളിലൂടെ മാർച്ച് ചെയ്തു പോകാത്തത് എന്നുള്ളത്. അതുപോലെ ഒരേ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ച് ഒരേ ദൃഢതയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ എല്ലാം ഭൂകമ്പത്താൽ ഒരേപോലെ തകർന്നു വീഴാതിരിക്കുവാനുള്ള കാരണവും ഇതുതന്നെ. കെട്ടിടങ്ങളുടെ സ്വാഭാവിക ആവൃത്തി, അവയുടെ ഉയരം, അവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാമഗ്രികൾ തുടങ്ങിയവ ഒട്ടേറെ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഭൂകമ്പ വേളയിൽ ഏതെങ്കിലും കെട്ടിടത്തിന്റെ സ്വാഭാവിക ആവൃത്തി ഭൂകമ്പ തരംഗത്തിന്റെ ആവൃത്തിക്ക് തുല്യമായി വന്നാൽ അത്തരം കെട്ടിടങ്ങൾ എന്താണ്, തകർന്നു വീഴുന്നതിന് സാധ്യത കൂടുതലായിരിക്കും. അതാണ് ഒരു കൺക്ലൂഷൻ പോലെ പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. അതിനകത്ത് SHM അതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ നോക്കുക. എനർജി, SHMന്റെ എനർജി, പിന്നെ ചെറിയ ചെറിയ ടേംസ് ഉണ്ടല്ലോ, ആംപ്ലിറ്റ്യൂഡ്, ഡിസ്പ്ലേസ്മെന്റ്, ടൈം പീരീഡ്, ഫ്രീക്വൻസി, അതൊക്കെ എന്താണെന്നൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. നമ്മുടെ +1 ഫിസിക്സിന്റെ ചാപ്റ്റർ ആയിരുന്നു ഇത്. ഒരു ചാപ്റ്റർ നമ്പർ 14 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അപ്പം നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.